करता हूँ मैं तुझसे ये प्रार्थना, हो तेरी स्तुति और आराधना। करता हूँ मैं तुझसे ये प्रार्थना, महिमा से तेरी तू इस जगह को भर, जो भी तू चाहे तू यहाँ पे कर। ഈ പ്രാവശ്യം എങ്ങനെയെങ്കിലും പത്തനംതിട്ട ഒഴിവാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. There is one lady whom I have not seen from Pathanamthitta. പത്തനംതിട്ടയിൽ നിന്ന് ഒരു സഹോദരി ഉണ്ട്, പക്ഷെ ഞാൻ ആ സഹോദരി ഇതുവരെ കണ്ടിട്ടില്ല. Her name is Mrs. Omana. ആ സഹോദരിയുടെ പേര് ഓമന എന്നാണ്. Is she here? In the back. Thank you. Because of her I am here. ആ സഹോദരി കാരണമാണ് ഞാൻ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. She made so many dozens of calls to me. അനേക പ്രാവശ്യങ്ങൾ ഫോൺ വിളിച്ച് അങ്ങനെയാണ് ഞാൻ ഇവിടെ വരുവാനിടയായത്. I said, sister, please forgive me this year, I will make it next year. ഞാൻ അന്നേരം ആദ്യം പറഞ്ഞു, ദയവേത് എന്നോട് ക്ഷമിക്കണം, ഈ വർഷം ഒഴിവാക്കണം, അടുത്ത വർഷം ഞാൻ വരുവാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. But Bible says the kingdom of God is compelled. എന്നാൽ വാചാനം പറയുന്നത് ദൈവരാജ്യത്തിലേക്കുള്ള നിർബന്ധം നമ്മുടെ മേൽ കിടക്കുന്നു. She did that. അതാണ് ആ സഹോദരി ചെയ്തത്. I have no regrets. I'm happy I'm here today. അതിൽ ഞാൻ ഇന്ന് ഇവിടെ ആയിരിക്കുന്നതിൽ എനിക്കൊരു പശ്ചാത്താപവുമില്ല. ഞാൻ അതിൽ സന്തോഷിക്കുന്നു ഇവിടെ ആയിരിക്കുന്നത്. May the good Lord bless all of you today. നിങ്ങളെ എല്ലാവരെയും ദൈവം ഇന്ന് അനുഗ്രഹിക്കട്ടെ. May the Lord bless Pastor Santosh and grant the vision that you have given to him. ദൈവം തനിക്ക് കൊടുത്തിരിക്കുന്ന ദർശനത്തിൽ മുൻപോട്ട് പോകുവാൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സന്തോഷിനെ അനുഗ്രഹിക്കട്ടെ. Shall we bow heads in prayer? നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ ഒന്ന് അടയ്ക്കാം. Our most loving and gracious Father, we come to your presence with hearts full of gratitude. കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തോട് അടുത്തു വരുന്നു. We come here, O Lord, to hear you speak to us. അങ്ങ് കേൾക്കുവാൻ ഞങ്ങൾ അടുത്തു വന്നിരിക്കുന്നു. Speak to us individually and collectively. വ്യക്തിപരമായും കൂട്ടമായും ഇന്ന് പകൽക്കാലം ഞങ്ങളോട് സംസാരിക്കണമേ. More than all your glories, you have glorified your word. കർത്താവ്, എല്ലാത്തിലും അപ്പുറമായിട്ട് അങ്ങയുടെ വചനത്തെയാണല്ലോ മഹത്വീകരിച്ചിരിക്കുന്നത്. Speak to us, honor your word. ഇന്ന് പകൽക്കാലം അങ്ങയുടെ വചനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിക്കണം. In Jesus' matchless name we pray. യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. Amen. If you have Bible with you, will you please turn with me to book of First Chronicles? വേദപുസ്തകം കരങ്ങളിലുണ്ടെങ്കിൽ ഒന്ന് ദിനവൃത്താന്ത പുസ്തകങ്ങളിലേക്ക് ഒന്ന് തിരിക്കാമോ? Chapter 4. അതിന്റെ 4-ാം അധ്യായം. First Chronicles chapter 4. ഒന്ന് ദിനവൃത്താന്തം അതിന്റെ 4-ാം അധ്യായം. Verses 9 and 10. അതിന്റെ 9ഉം 10ഉം വാക്യങ്ങൾ. യബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി. The first 8 chapters of First Chronicles talk about genealogy. ആദ്യത്തെ 8 അധ്യായങ്ങൾ, ഒന്ന് ദിനവൃത്താന്തങ്ങളുടെ ആദ്യത്തെ 8 അധ്യായങ്ങൾ വംശാവലിയെ കുറിച്ചാണ് പറയുന്നത്. So and so begat so and so, and so and so begat so and so. ഇന്ന ആളിന് ഇന്ന മകൻ ജനിച്ചു, ഇന്ന ആളിന് ഇന്ന മകൻ ജനിച്ചു എന്ന് പറഞ്ഞുള്ള so and so is the father of so and so, and so and so is the father of so and so. ഇന്ന ആളിന്റെ പിതാവാണ്, ആ ആളിന്റെ പിതാവാണ് അടുത്ത ആൾ എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം. The first 8 chapters of First Chronicles, ഒന്ന് ദിനവൃത്താന്തത്തിന്റെ ആദ്യത്തെ 8 അധ്യായങ്ങൾ speak about names, name after name, for the sake of genealogy. വംശാവലി രേഖപ്പെടുത്തുവാനായിട്ട് പേരുകൾക്ക് പുറകെ പേരുകൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. But we know that the Holy Spirit dictated these names to the writer. നമുക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് അറിയാം, പരിശുദ്ധാത്മാവാണ് ഈ എഴുത്തുകാർക്ക് ഈ പേരുകൾ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. When it came to a person called Jairus, Jabez, അങ്ങനെ എഴുതി വരുമ്പോൾ യബ്ബേസ് എന്ന ആളിന്റെ പേരിന്റെ അവിടെ വന്നപ്പോൾ, when the name Jabez came, ആ യബ്ബേസ് എന്ന പേര് വന്നപ്പോൾ the Holy Spirit stopped him from writing. ആ എഴുത്തുകാരനെ പരിശുദ്ധാത്മാവ് അവിടെ ഒന്ന് നിർത്തി. And the Holy Spirit gives a message
through Jabez to the church. ഈ സഭയ്ക്ക്, ദൈവത്തിന്റെ സഭയ്ക്ക് യബ്ബേസിൽ കൂടെ ഒരു സന്ദേശം ദൈവം അവിടെ നൽകി. What does it mean? എന്താണ് അതിന്റെ അർത്ഥം? When you find hundreds of names, നൂറുകണക്കിന് പേരുകൾ ആ വംശാവലിയിൽ കാണുമ്പോൾ Jabez is not one among thousands of people. ആയിരക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ ഒരു പേര്, യബ്ബേസിന്റെ പേര് എന്നല്ല, He is special. അവൻ വ്യത്യസ്തതയുള്ള He is ഒരുവനായിട്ടാണ്, outstanding. അവൻ എടുത്തു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. As an introduction, what I would like to tell you is, മുഖവരയായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ, when the history of the church in Kerala is written, കേരളത്തിലെ സഭയുടെ ചരിത്രം എഴുതപ്പെടുമ്പോൾ, you are not going to be one among thousands. അതിൽ ആയിരത്തിൽ ഒരാളായിട്ട് നിങ്ങൾ തീരുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. When the history of the church in Kerala is written, കേരളത്തിലെ സഭയുടെ ചരിത്രം എഴുതപ്പെടുമ്പോൾ, you are not going to be one among millions. നിങ്ങൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിൽ ഒരാളായിട്ട് മാറുകയല്ല You ചെയ്യുന്നത്. are going to be an outstanding personality altogether. ആ കൂട്ടത്തിൽ നിന്ന് എടുത്തു കാണിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറുകയാണ് You ചെയ്യുന്നത്. are very special. നിങ്ങൾ വളരെ പ്രത്യേകതയുള്ളവരാണ്. I am preaching on television in India, in Sweden, in America, in New Zealand, in Australia, and so many countries. അനേക രാജ്യങ്ങൾ, ഇന്ത്യ, ന്യൂസിലൻഡ്, സ്വീഡൻ, ഓസ്ട്രേലിയ, അമേരിക്ക, ഇങ്ങനെയുള്ള പല രാജ്യങ്ങളിൽ ഞാൻ ടെലിവിഷനിൽ കൂടെ സംസാരിക്കാറുണ്ട്. I speak in Swedish TV, only one TV preacher in Swedish television. സ്വീഡിഷ് ടെലിവിഷനിൽ ആകെപ്പാടെയുള്ള ഒറ്റ പ്രാസംഗികൻ ഞാൻ മാത്രമാണ്. All others are Swedish. I am a non-Swedish. സ്വീഡിഷുകാരനല്ലാത്ത ഏക പ്രാസംഗികൻ ഞാൻ മാത്രമാണ്. ബാക്കിയുള്ളവരെല്ലാം സ്വീഡിഷുകാരാണ്. One day I was sitting before my television to watch my own program. ഒരു ദിവസം ഈ ടെലിവിഷനിൽ ഞാൻ എന്റെ തന്നെ പ്രോഗ്രാം കാണുവാനായിട്ട് ഇങ്ങനെ Before my കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, program could come, എന്റെ പ്രോഗ്രാം വരുന്നതിന് തൊട്ട് I മുൻപ് saw an advertisement. ഒരു പരസ്യം ഞാൻ കണ്ടു. A big auditorium. ഒരു വലിയ ഓഡിറ്റോറിയം. Thousands of men are coming out of the auditorium. ആ ഓഡിറ്റോറിയത്തിൽ നിന്ന് അനേക ആയിരങ്ങൾ പുറത്തേക്ക് വരുന്നു. And all are wearing dark color pant. എല്ലാവരും ധരിച്ചിരിക്കുന്നത് വളരെ ഇരുണ്ട കളറിലുള്ള പാന്റുകളാണ്. And white shirt invariably. അവര് വ്യത്യസ്തമായ നിലയിലുള്ള വെള്ള ഷർട്ടുകൾ ഇങ്ങനെ ധരിച്ചിരിക്കുന്നു. Everybody was wearing white shirt. എല്ലാവരും വെള്ള ഷർട്ടാണ് ധരിച്ചിരിക്കുന്നത്. And this is advertisement. ഇതാണ് ആ കണ്ട പരസ്യം. And among all those men wearing white shirt, ആ വെള്ള ഷർട്ട് ധരിച്ചുകൊണ്ട് വന്നിരിക്കുന്ന എല്ലാവരുടെയും ഇടയിൽ one man's white shirt was flickering. അതിൽ ഒരാളുടെ വെള്ള ഷർട്ട് വളരെ ഇങ്ങനെ തിളങ്ങി മിന്നിക്കൊണ്ടേയിരുന്നു. It was shining. അതിങ്ങനെ തിളങ്ങിക്കൊണ്ടിരുന്നു. The advertisement company asked a question. ആ അഡ്വർടൈസ്മെന്റ് കമ്പനി അഡ്വർടൈസ്മെന്റിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. Everybody is wearing white shirt, എല്ലാവരും വെള്ള വസ്ത്രമാണ് but ധരിച്ചിരിക്കുന്നത്. why should this man's white shirt should be outstanding? എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയുടെ ഉടുപ്പ് മാത്രം എടുത്തു കാണിക്കപ്പെടുന്നു? And the advertising company came back with an answer. ആ പരസ്യ കമ്പനി തന്നെ അതിന്റെ മറുപടിയുമായിട്ട് വന്നു. Everybody is washing their white shirt with some detergent or other. എല്ലാവരും അവരുടെ വെള്ള ഷർട്ടുകൾ ഏതോ ഒരു സോപ്പ് പൊടിയിൽ കഴുകുന്നു. But this man is washing his shirt with surf washing powder. എന്നാൽ ഈ മനുഷ്യൻ സർഫിന്റെ പൗഡർ ഉപയോഗിച്ചാണ് അയാളുടെ ഉടുപ്പ് അലക്കുന്നത്. And the company says, എന്നിട്ട് ആ കമ്പനി ഇങ്ങനെ പറയുന്നു, because this man is washing his white shirt with surf, ഈ മനുഷ്യൻ ഇയാൾ സർഫ് കൊണ്ടാണ് ഇയാളുടെ വെള്ള ഷർട്ട് കഴുകുന്നത് he is കൊണ്ട് outstanding. താൻ എടുത്തു കാണിക്കപ്പെടുന്നു. If you wash your shirt with white surf washing powder, നിങ്ങളും നിങ്ങളുടെ ഉടുപ്പുകൾ വെള്ളയുടുപ്പുകൾ സർഫ് പൗഡർ ഉപയോഗിച്ച് കഴുകിയാൽ you will be like this. നിങ്ങളും ഇതുപോലെയായിരിക്കും. My Bible says എന്റെ വേദപുസ്തകം in പറയുന്നു, Psalm 51 51 സങ്കീർത്തനം verses 7 and 8, അതിന്റെ 7ഉം 8ഉം വാക്യങ്ങൾ, purge me with hyssop and I shall be clean, wash me and I shall be whiter than the snow. 7th verse. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ, ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. We are washed by hyssop. നാം കർത്താവിന്റെ ഈസോപ്പിനാൽ കഴുകപ്പെടുന്നവരാണ്. We are washed by the blood of Jesus Christ. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെടുന്നവരാണ്. Like that advertisement, ആ പരസ്യം പോലെ we are not washed
by a detergent. നമ്മൾ ഒരു സോപ്പ് പൊടി കൊണ്ട് നമ്മളെ കഴുകുകയല്ല. We have been washed by hyssop, the blood of Jesus നമ്മൾ Christ. യേശുക്രിസ്തുവിന്റെ രക്തമായ ഈസോപ്പിനാൽ കഴുകപ്പെടുന്നവരാണ്. Therefore, we will be different from millions of people in Kerala. അതുകൊണ്ട് കേരളത്തിലുള്ള കോടിക്കണക്കിന് ജനങ്ങളിൽ നിന്നും നമ്മൾ വ്യത്യസ്തരായിട്ട് You will കാണപ്പെടും. be different from others നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. because you are washed by this soap called hyssop, the blood of Jesus Christ. കാരണം നിങ്ങൾ കഴുകപ്പെടുന്നത് യേശുക്രിസ്തുവിന്റെ രക്തം എന്ന ഈ സോപ്പ് കൊണ്ടാണ് നിങ്ങളെ കഴുകുന്നത്. And now, ഇപ്പോൾ Jabez was not one among many. അതുകൊണ്ട് യബ്ബേസ് ആയിരങ്ങളിൽ ഒരുവനായിട്ടല്ല What കാണപ്പെടുന്നത്. I'm trying to say is, you are not going to be one among millions in Kerala. ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത് കേരളത്തിൽ കോടിക്കണക്ക് ജനങ്ങൾ ഉള്ളതിൽ ഒരാളായിട്ടല്ല നിങ്ങളെ കാണുവാൻ You have been ആഗ്രഹിക്കുന്നത്. washed by hyssop, the blood of Jesus Christ. നിങ്ങൾ യേശുക്രിസ്തുവിന്റെ രക്തം എന്ന ഈ സോപ്പിനാൽ You have കഴുകപ്പെട്ടവരാണ്. been sealed by the power of the Holy Spirit. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നവരാണ്. You are blessed, you are chosen. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരും You തെരഞ്ഞെടുക്കപ്പെട്ടവരും. are separated from other people. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവരാണ്. Jabez was not one among thousands of names there. ആയിരക്കണക്കിന് പേരുകൾ ഉള്ളതിൽ ഒരുവനായിരുന്നില്ല I യബ്ബേസിന്റെ want പേര്. to prophesy upon you. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പ്രവചിച്ചു I want പറയട്ടെ. to prophesy upon Pastor Santosh. പാസ്റ്റർ സന്തോഷിനോട് ഞാൻ പ്രവചിച്ചു പറയട്ടെ. Thousands of pastors are in Kerala. ആയിരക്കണക്കിന് പാസ്റ്റർമാര് കേരളത്തിലുണ്ട്. Take it as a word of prophecy. എന്നാൽ ഈ പ്രവചന ശബ്ദം You are not one among thousands of pastors in Kerala. കേരളത്തിലുള്ള ആയിരക്കണക്കിന് പാസ്റ്റർമാരിൽ ഒരാളല്ല പാസ്റ്റർ God സന്തോഷ്. has chosen you. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു. God has anointed you. ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്തു. God has empowered you. ദൈവം നിങ്ങളെ ശക്തീകരിച്ചു. Like Jabez, you will be an outstanding personality altogether in Kerala. കേരളത്തിൽ മൊത്തമായിട്ട് യബ്ബേസിനെ പോലെ നിങ്ങൾ ഒരു എടുത്തു കാണിക്കപ്പെടുന്ന ഒരു When the history of the church is written in Kerala, കേരളത്തിൽ സഭയുടെ ചരിത്രം എഴുതപ്പെടുമ്പോൾ the name of Santosh will be outstanding. സന്തോഷ് എന്ന പേര് അവിടെ എടുത്തു This is കാണിക്കപ്പെടും. a prophecy. Come on, give a round of applause. കരങ്ങളെ അടിച്ച് ദൈവത്തിന്റെ മഹത്വം കൊടുത്താൽ കാണും ഇത് This is a പ്രവചന word of ശബ്ദമാണ്. prophecy for this man of ഇത് ഈ God. ദൈവദാസന് വേണ്ടിയുള്ള ദൈവ ശബ്ദമാണ്, Those of പ്രവചനമാണ്. you who are here these 21 days, ഈ 21 ദിവസങ്ങൾ ഇവിടെ ആയിരിക്കും നിങ്ങൾ. I tell you, ladies and gentlemen, സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, we shall not compromise. നാം ഒരു വിട്ടുവീഴ്ചയും We are not going to ചെയ്യുന്നവരായിരിക്കത്തില്ല. be one among thousands of people. ആയിരക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ ഒരാളായി We തീരുവാനില്ല. are different. നിങ്ങൾ വ്യത്യസ്തനാണ്. We are different. നിങ്ങൾ വ്യത്യസ്തരാണ്. We are chosen. നാം We are തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. separated. നാം We are വേർതിരിക്കപ്പെട്ടവരാണ്. washed. നമ്മൾ We കഴുകപ്പെട്ടവരാണ്. are cleansed. നമ്മൾ We are ശുദ്ധീകരിക്കപ്പെട്ടവരാണ്. empowered by the Holy Spirit. നാം പരിശുദ്ധാത്മാവിനാൽ We are ശക്തീകരിക്കപ്പെട്ടവരാണ്. blessed of the Lord. നാം ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്. We are blessed of the നാം Lord. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. Therefore, no compromise. അതുകൊണ്ട് ഒരു I വിട്ടുവീഴ്ചയുമില്ല. say no compromise. അതുകൊണ്ട് യാതൊരു വിട്ടുവീഴ്ചയും We are different from others. നാം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണ്. Jabez was not one among thousands of names here. യബ്ബേസ് ആയിരം കണക്ക് ആൾക്കാരുടെ ഇടയിൽ ഒരാളായിരുന്നില്ല. But you know one thing? എന്നാൽ നിങ്ങൾക്കൊരു കാര്യം The അറിയാമോ? beginning of Jabez was pain. എന്നാൽ യബ്ബേസിന്റെ ആരംഭം എന്ന് പറയുന്നത് വ്യസനത്തോടെയായിരുന്നു. Oh, his mother bore him in pain. അവന്റെ മാതാവ് അവനെ വ്യസനത്തോടെയാണ് When she പ്രസവിച്ചത്. was pregnant, അവൾ she ഗർഭിണിയായിരുന്നപ്പോൾ went to the doctor. അവൾ ഡോക്ടറിന്റെ അടുക്കൽ Doctor കടന്നു. said, ഡോക്ടർ പറഞ്ഞു, you are weak. നീ വളരെ You ബലഹീനയാണ്. are anemic. നിനക്ക് ഒത്തിരി പ്രയാസങ്ങളുണ്ട്. Eat well. അതുകൊണ്ട് നീ ശരിക്ക് ഭക്ഷണം She കഴിക്കണം. comes back home. അവൾ വീട്ടിൽ മടങ്ങി വരുന്നു. When she eats, അവൾ കഴിക്കുമ്പോൾ her ammayamma says, അവളുടെ അമ്മായിയമ്മ പറഞ്ഞു, don't eat much. നീ ഒത്തിരി കഴിക്കല്ല. If you eat, നീ ഒത്തിരി the കഴിച്ചാൽ child will grow big. ആ കുഞ്ഞ് വലുതായി തീരും. Then the delivery will be painful. അങ്ങനെ വരുമ്പോൾ പ്രസവം വളരെ വേദനാജനകമാകും. Doctor says eat. ഡോക്ടർ പറഞ്ഞു കഴിക്കാൻ. Mother-in-law says don't eat. അമ്മായിമ്മ പറയുന്നു കഴിക്കരുത്. This is how the child grew. ഇങ്ങനെയാണ് ഈ കുഞ്ഞ് ഉദരത്തിൽ And the വളരുന്നത്. child is born. അങ്ങനെ ആ കുഞ്ഞ് ജനിച്ചു. Nowadays, ഈ there ദിവസങ്ങളിൽ are so many milk powder tins like Amul spray and so many things. അമുൽ സ്പ്രേ എന്ന് പറയുന്നത് പോലെയുള്ള ഒത്തിരി പാൽപ്പൊടികളുടെ പൗഡർ ടിന്നുകൾ നമുക്ക് Those കാണാം. days, ആ നാളുകളിൽ only mother should breastfeed the child. അന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടൽ മാത്രമേ ഉള്ളായിരുന്നു. There is no other way. വേറെ മാർഗങ്ങളൊന്നുമില്ല. When the daughter of Pharaoh took Moses from river, ഫറവോന്റെ പുത്രി മോശയെ നദിയിൽ നിന്ന് എടുത്തപ്പോൾ if she wanted, അവൾക്ക് വേണമെങ്കിൽ she could have got tiger milk for that baby. ആ പുലിക്കുട്ടിയുടെ
പുലിയുടെ പാല് വേണമെങ്കിൽ ഈ She മോശക്കുഞ്ഞിന് is കൊടുക്കാമായിരുന്നു. Pharaoh's daughter. അവൾ ഫറവോന്റെ പുത്രിയാണ്. But you know, she looked for a mother to breastfeed that എന്നാൽ child. അവൾ നോക്കിയത് ഈ കുഞ്ഞിന് മുലയൂട്ടുവാനുള്ള ഒരു മാതാവിനെയാണ് അവൾ That is അന്വേഷിച്ചത്. those days. അന്നത്തെ കാലം അങ്ങനത്തെ ദിവസങ്ങൾ. Now, ഇപ്പോൾ the child cried. ഈ കുഞ്ഞ് കരയുമ്പോൾ Out of hunger, the child cried. വിശന്നിട്ടാണ് കുഞ്ഞ് കരയുന്നത്. And the mother could not feed enough for the child. ഈ കുഞ്ഞിന് വേണ്ടതുപോലെ കൊടുക്കുവാൻ അമ്മയ്ക്ക് Because കഴിയുന്നില്ല. mother herself was weak. കാരണം ഈ അമ്മ തന്നെ ബലഹീനയാണ്. The child cried. ഈ കുഞ്ഞ് കരയുമ്പോൾ And the mother cried all the more. ആ അമ്മ അതിലധികമായി കരയുവാൻ That is തുടങ്ങി. the beginning of Jabez. അതാണ് യബ്ബേസിന്റെ ആരംഭം. That is the beginning of Jabez. അതാണ് യബ്ബേസിന്റെ But ആരംഭം. I want to tell you one thing. എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. That was not the end of Jabez. അതായിരുന്നില്ല യബ്ബേസിന്റെ അന്ത്യം എന്ന് That പറയുന്നത്. is not the end. That is not the end. അതല്ലായിരുന്നു അവന്റെ അന്ത്യം. അതല്ലായിരുന്നു അവന്റെ അവസാനം. Beginning was pain. ആദ്യം വേദനയുള്ളതായിരുന്നു. Beginning was sorrow. ആദ്യം ദുഃഖമുള്ളതായിരുന്നു. Beginning was tears. ആദ്യം കണ്ണുനീരുണ്ടായിരുന്നു. Beginning was insufficiency. ആരംഭങ്ങൾ തൃപ്തിയില്ലായ്മയുടെ But the ദിവസങ്ങൾ. end was glory. എന്നാൽ അവസാനം തേജസ്സുള്ളതായിരുന്നു. A word of prophecy for you. ഒരു പ്രവചന ശബ്ദം ഞാൻ പറയട്ടെ. My brother, my sister. എന്റെ പ്രിയ സഹോദര My സഹോദരി, dear Appachan, my dear Ammachi. എന്റെ പ്രിയ അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ, You are going through pain and tears today. ഒരു പക്ഷെങ്കിൽ ഇന്നും നിങ്ങൾ വേദനയിലും കണ്ണുനീരിൽ നിന്നായിരിക്കാൻ The beginning പോകുന്നത്. of your life is pain and agony. നിങ്ങളുടെ ആരംഭം വേദനയിലും I ദുഃഖത്തിലുമായിരിക്കും. have a word of prophecy. എന്നാൽ ഒരു പ്രവചന വാക്ക് ഞാൻ This is പറയട്ടെ. not going to be the end of your life. പക്ഷെ ഇതായിരിക്കത്തില്ല നിങ്ങളുടെ അന്ത്യം അവസാനം. God has planned a bright future for you. ദൈവം നിങ്ങൾക്കൊരു വലിയ ഭാവി ഒരുക്കി വെച്ചിട്ടുണ്ട്. God is going to bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ God പോകുന്നു. is going to enlarge your territory. ദൈവം നിങ്ങളുടെ അതിരുകളെ വിസ്താരമാക്കുവാൻ God പോകുന്നു. is going to make you a source of inspiration and blessing to others. അനേകർക്ക് നിങ്ങൾ ഒരു ഉത്തേജനത്തിന്റെ വകയാക്കി ദൈവം നിങ്ങളെ മാറ്റുവാൻ പോകുകയാണ്. The beginning of Jabez was sorrow. യബ്ബേസിന്റെ ആരംഭം വേദനയുടേതായിരുന്നു. I come to my sermon now. ഞാൻ ഇനിയും എന്റെ സന്ദേശത്തിലേക്ക് വരട്ടെ. Bible talks about how Jabez was blessed. എങ്ങനെയാണ് ദൈവം യബ്ബേസിനെ അനുഗ്രഹിച്ചത് എന്ന് വേദപുസ്തകം പറയുന്നു. The 10th verse says, 10ാമത്തെ വാക്യം പറയുന്നു, Jabez prayed. യബ്ബേസ് പ്രാർത്ഥിച്ചു. That is the secret of God's blessing in the life of Jabez. അതാണ് ദൈവം യബ്ബേസിനെ അവനെ അനുഗ്രഹിച്ചതിന്റെ അവന്റെ ജീവിതത്തിന്റെ രഹസ്യം. Can you understand? നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടോ? There is a secret in God's blessing upon the life of Jabez. യബ്ബേസിന്റെ ജീവിതത്തിൽ ദൈവം അവനെ അനുഗ്രഹിച്ചതിന്റെ ഒരു രഹസ്യമുണ്ട്. The secret is ആ രഹസ്യം, he was a man of prayer. അവനൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. 21 days of prayer. 21 ദിവസത്തെ പ്രാർത്ഥന. Oh, hallelujah. ഹല്ലേലൂയ. It will bring tremendous blessing upon your life. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അസാധാരണമായ അനുഗ്രഹങ്ങൾ കൊണ്ടുവരുവാൻ പോകുകയാണ്. The secret of God's blessing in the life of Jabez യബ്ബേസിന്റെ ജീവിതത്തിലെ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ രഹസ്യം was prayer. പ്രാർത്ഥനയായിരുന്നു. Was prayer. പ്രാർത്ഥനയായിരുന്നു. Today I want to tell you, ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. 21 days of prayer 21 ദിവസത്തെ പ്രാർത്ഥന will transform your life, നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. will bless you, അത് നിങ്ങളെ അനുഗ്രഹിക്കും. and make you a blessing to others. അത് നിങ്ങളെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാക്കി മാറ്റും. Your prayer will move the very hand of God that moves the world. ഈ ലോകത്തെ ചലിപ്പിക്കുന്ന ദൈവത്തിന്റെ കരത്തെ നിങ്ങളുടെ പ്രാർത്ഥന ചലിപ്പിക്കുവാൻ ഇടയായി തീരും. Prayer brings victory. പ്രാർത്ഥന വിജയം കൊണ്ടുവരുന്നു. Your prayer will change your life. നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. Your prayer will change your family. നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ കുടുംബത്തെ മാറ്റും. Your prayer will change your kith and kin. നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ ചാർച്ചക്കാരെയും മാറ്റും. Your prayer will bring victory in your education. നിങ്ങളുടെ പഠനത്തിൽ പ്രാർത്ഥന വിജയം കൊണ്ടുവരും. In your job, in your business and in your ministry. നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ ശുശ്രൂഷയിൽ പോലും അത് മാറ്റം കൊണ്ടുവരും. Expect a miracle. നിങ്ങൾ ഒരു അത്ഭുതം പ്രതീക്ഷിക്കുക. The secret of God's blessing in the life of Jabez was യബ്ബേസിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ രഹസ്യം prayer. പ്രാർത്ഥന. Prayer. പ്രാർത്ഥന. There is nothing else except the prayer. പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നും ഇല്ല അവന്റെ ജീവിതത്തിലെ He രഹസ്യം. was a man of prayer. അവനൊരു പ്രാർത്ഥനാ പുരുഷനായിരുന്നു. In the Bible, വേദപുസ്തകത്തിൽ any person who prayed became victorious. ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരെല്ലാം ജയശാലികളായി തീർന്നിട്ടുണ്ട്. Prayer never
puts you to shame. ഒരിക്കലും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ നിന്ദയിലേക്ക് ദൈവം നീക്കത്തില്ല. Prayer, a man with prayer is man with victory. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ജയമുള്ള ഒരു Now വ്യക്തിയായിരിക്കും. he prayed. ഇവൻ എബേസ് പ്രാർത്ഥിച്ചു. My Bible says വേദപുസ്തകം പറയുന്നു he prayed unto God of Israel. അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് The പ്രാർത്ഥിച്ചു. most important part of my sermon is here. എന്റെ സന്ദേശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇവിടെയാണ്. He prayed unto God of Israel. അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. What is Israel? എന്താണ് ഇസ്രായേൽ? Is it a nation? അതൊരു രാജ്യമാണോ? No. അല്ല. What is Israel? എന്താണ് ഇസ്രായേൽ? It is a person, അതൊരു വ്യക്തിയാണ്. a man called Jacob, യാക്കോബ് എന്നറിയപ്പെട്ടിരുന്ന ആ വ്യക്തി son of Isaac and grandson of Abraham. അബ്രഹാമിന്റെ കൊച്ചുമകനും ഇസാക്കിന്റെ മകനുമായ യാക്കോബ്. This Jacob is known as Israel. ഈ യാക്കോബിനെയാണ് ഇസ്രായേൽ എന്നറിയപ്പെടുന്നത്. Now Jabez prayed unto God of Israel. ഇപ്പോൾ യബ്ബേസ് പ്രാർത്ഥിക്കുന്നത് ഈ യാക്കോബിന്റെ ദൈവം അല്ല ഇസ്രായേലിന്റെ ദൈവത്തോട്. Jabez prayed unto God of Jacob. യാക്കോബിന്റെ ദൈവത്തോട് യബ്ബേസ് പ്രാർത്ഥിക്കുന്നു. അബ്രഹാം, Isaac ഇസാക്ക്, and Jacob. യാക്കോബ്. These are the three great men with whom God made covenant. ദൈവം ഉടമ്പടി ചെയ്ത മഹാന്മാരായ 3 പുരുഷന്മാരായിരുന്നു ഇവർ 3 പേരും. They all worshipped Jehovah. അവരെല്ലാം യഹോവയായ ദൈവത്തെ ആരാധിച്ചു. Same God, അതേ ഒരേ ദൈവം, same family. ഒരേ കുടുംബം. But he could have prayed unto God of Abraham. അവന് അബ്രഹാമിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കാമായിരുന്നു. Who is great among these three? Abraham, Isaac, Jacob. Who is great? അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, ഇതിൽ ആരാണ് ഏറ്റവും വലിയവൻ? We know Abraham. നമുക്കറിയാം അതിൽ അബ്രഹാമാണ് ഏറ്റവും വലിയവൻ. In the family he is great. ആ കുടുംബത്തിൽ താനാണ് ഏറ്റവും വലിയവൻ. In age he is older. പ്രായത്തിൽ താൻ ഏറ്റവും പ്രായം കൂടിയ ആള്. And spiritually he is the father of the faithful. ആത്മീകമായിട്ടും വിശ്വസ്തരുടെയും വിശ്വാസമുള്ളവരുടെയും പിതാവാണ് താൻ. He could have as well prayed unto God of Abraham. അവന് അബ്രഹാമിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കാമായിരുന്നു. But he did not pray unto God of Abraham. എന്നാൽ അവൻ അബ്രഹാമിന്റെ ദൈവത്തോടല്ല പ്രാർത്ഥിച്ചത്. He prayed unto God of Jacob. അവൻ പ്രാർത്ഥിച്ചത് യാക്കോബിന്റെ ദൈവത്തോടെയാണ്. There is a secret. അതിനൊരു രഹസ്യമുണ്ട്. There is a reason why he prayed unto God of Jacob. അവൻ യാക്കോബിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ഒരു രഹസ്യമുണ്ട്. He did not pray to God of Abraham. അവൻ അബ്രഹാമിന്റെ ദൈവത്തോടല്ല പ്രാർത്ഥിച്ചത്. Abraham is a model for faith. അബ്രഹാം വിശ്വാസത്തിന് ഒരു മാതൃകയാണ്. Abraham is a model for faith. അബ്രഹാം വിശ്വാസത്തിന് ഒരു മാതൃകയാണ്. But he is not a model for prayer. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ഒരു മാതൃകയല്ല അബ്രഹാം. Abraham is like you and me. അബ്രഹാം എന്നെയും നിങ്ങളെയും പോലെയാണ്. When it comes to prayer, പ്രാർത്ഥനയുടെ കാര്യം വരുമ്പോൾ Abraham is like you. നിങ്ങളെ പോലെയാണ് അബ്രഹാം. Abraham is like me when it comes to prayer. പ്രാർത്ഥനയുടെ കാര്യം വരുമ്പോൾ അബ്രഹാം എന്നെ പോലെയുമാണ്. In faith, വിശ്വാസത്തിൽ he is the greatest. താനാണ് ഏറ്റവും വലിയവൻ. Father of the faithful. വിശ്വാസികളുടെ പിതാവ്. In prayer, എന്നാൽ പ്രാർത്ഥനയിൽ Abraham was a failure. അബ്രഹാം ഒരു പരാജയമായിരുന്നു. Abraham is not a model for prayer. പ്രാർത്ഥനയ്ക്ക് അബ്രഹാം ഒരു മാതൃകയായിരുന്നില്ല. One day, ഒരു ദിവസം Abraham came to know that God is going to destroy Sodom and Gomorrah. ദൈവം സോദോം ഗോമോറയെ നശിപ്പിക്കുവാൻ പോകുന്നു എന്ന് അബ്രഹാം അറിയുവാനിടയായി. He understood that. അബ്രഹാമിന് അത് മനസ്സിലായി. Then he prayed. താൻ പ്രാർത്ഥിച്ചു, God, ദൈവമേ, I heard that you are going to destroy Sodom and Gomorrah. അങ്ങ് സോദോം ഗോമോറയെ നശിപ്പിക്കുവാൻ പോവുകയാണ് എന്ന് ഞാൻ കേട്ടു. God said yes. ദൈവം പറഞ്ഞു ശരിയാ. He asked why. അബ്രഹാം ചോദിച്ചു എന്തുകൊണ്ട്? See those fellows. ആ വ്യക്തികളെ നോക്ക്. Sin and sin. പാപത്തിൽ നിറഞ്ഞു I കിടക്കുന്നു. cannot tolerate this sin in Sodom and Gomorrah anymore. ഈ സോദോം ഗോമോറയിലെ പാപത്തെ എനിക്ക് ഇനി അല്പം പോലും സഹിക്കാൻ പറ്റത്തില്ല. I want to destroy it. അതുകൊണ്ട് എനിക്ക് അതിനെ നശിപ്പിക്കണം. Abraham prayed. അബ്രഹാം പ്രാർത്ഥിച്ചു, If you find 50 righteous people in Sodom and Gomorrah, കർത്താവേ, സോദോം ഗോമോറയിൽ ഒരു 50 നീതിമാന്മാരെ കണ്ടെത്തിയാൽ,
will you destroy? നീ അതിനെ നശിപ്പിക്കുമോ? God said, ദൈവം പറഞ്ഞു, in answer to your prayer, Abraham, അബ്രഹാമേ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി I will not destroy Sodom and Gomorrah if only I find 50 righteous people. അവിടെ 50 നീതിമാന്മാരെ കണ്ടാൽ ഞാൻ ആ സോദോം ഗൊമോറ പട്ടണം പ്രാർത്ഥന തുടർന്നു. Suppose there is no righteous people, ഇനി അഥവാ അവിടെ 50 നീതിമാന്മാരില്ലാതെ പോയാലോ? Abraham continued his prayer. അബ്രഹാം പ്രാർത്ഥന തുടർന്നു. And God said, അപ്പൊ ദൈവം പറഞ്ഞു, if only I find 45 righteous people, 45 നീതിമാന്മാരെ കണ്ടെത്തി I will not destroy Sodom and Gomorrah. ഞാൻ സോദോം ഗൊമോറയെ നശിപ്പിക്കത്തില്ല. Abraham continued to pray. അബ്രഹാം വീണ്ടും പ്രാർത്ഥിച്ചു. About 40, where I will not destroy Sodom and Gomorrah if I find 40 righteous people. ശരി, 40 നീതിമാന്മാരെ ഞാൻ അവിടെ കണ്ടാൽ നിന്റെ പ്രാർത്ഥന നിമിത്തം ഞാൻ സോദോം ഗൊമോറയെ നശിപ്പിക്കത്തില്ല. അവൻ വീണ്ടും താഴോട്ട് വന്നു. 30, 30, okay. ശരി. About 20, അങ്ങനെയാണെങ്കിൽ 20 ആയെങ്കിലോ? if I find 20 people in righteous, നീതിമാന്മാരെ സോദോം ഗൊമോറയിൽ കണ്ടെത്തി, in answer to your prayer, Abraham, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി I will not destroy. ഞാൻ അതിനെ നശിപ്പിക്കത്തില്ല. And finally, 10 നീതിമാന്മാരുണ്ടെങ്കിലോ? God said, ദൈവം പറഞ്ഞു, okay. ശരി. And he said, amen. അബ്രഹാം പറഞ്ഞു, ആമേൻ. For 21 days. പലരും പ്രാർത്ഥിക്കുന്നത് 21 ദിവസത്തേക്ക് മാത്രം. Don't stop your prayer with 21 days. നിങ്ങളുടെ പ്രാർത്ഥന 21 ദിവസം കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ ഒരു തുടക്കം This is മാത്രമാണ്. only a beginning of your prayer life. ഇത് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ ഒരു തുടക്കം മാത്രമാണ്. They prayed, Elijah and the prophets of Baal prayed. ബാലിന്റെ പ്രവാചകന്മാർ പ്രാർത്ഥിച്ചു. Elijah also prayed. ഏലിയാവും പ്രാർത്ഥിച്ചു. Elijah brought fire from heaven. ഏലിയാവ് സ്വർഗത്തിൽ നിന്ന് തീ കൊണ്ടുവന്നു. Everybody stopped prayer. എല്ലാവരും പ്രാർത്ഥന നിർത്തി. King Ahab went to eat and drink. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ പോയി. But Elijah did not stop his prayer. എന്നാൽ ഏലിയാവ് പ്രാർത്ഥന He നിർത്തിയില്ല. went up to the Mount Carmel. അവൻ കർമ്മേൽ പർവ്വതത്തിൽ കയറിപ്പോയി. He said to his servant, അവൻ തന്റെ ബാല്യക്കാരനോട് I have പറഞ്ഞു, heard the sound of abundance of rain. ഞാൻ മഴയുടെ ഗംഭീരം ശബ്ദം ഞാൻ കേൾക്കുന്നു. I will not stop my prayer till I see the rain. എന്നാൽ ആ മഴ കാണുന്നിടം വരെ ഞാൻ എന്റെ പ്രാർത്ഥന നിർത്തത്തില്ല. I have heard the sound of abundance of rain. ഞാൻ ആ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നുണ്ട്. Till I see the floods of rain, I am not going to stop my fasting and prayer. എന്നാൽ ആ വെള്ളം വന്ന് ഇവിടെ നിറയുന്നിടം വരെ ഞാൻ എന്റെ ഉപവാസവും പ്രാർത്ഥനയും നിർത്തുകയില്ല. Ahab ate, drank and went. ആഹാബ് ഭക്ഷിച്ച പാനം ചെയ്ത് അവൻ പോയി. Elijah did not give up his prayer and fasting. എന്നാൽ ഏലിയാവ് അവന്റെ ഉപവാസവും പ്രാർത്ഥനയും നിർത്തിയില്ല. He saw with his own eyes. അവൻ അവന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് ആ മഴ അവൻ കണ്ടു. தமிழ்ல சொல்லுவாங்க அந்நிய கண்களினால் அல்ல என் சொந்த கண்களினால் காண்பேன். തമിഴിൽ പറയും അന്യ കണ്ണുകൾ കൊണ്ടല്ല എന്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ I will not see with strangers' eyes. ഞാൻ മറ്റുള്ളവർ അന്യന്റെ കണ്ണുകൊണ്ടല്ല കാണുന്നത്. I will see with my own eyes. ഞാൻ എന്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ കാണും. Job said like that. ഇയ്യോബ് അങ്ങനെ പറഞ്ഞു. And Job saw God's double portion of blessing in his life. എന്നിട്ട് ഇയ്യോബ് തന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇരട്ടി അനുഗ്രഹങ്ങൾ കാണുവാനിടയായി. Till your eyes see God's miracles. നിങ്ങളുടെ കണ്ണുകൾ ദൈവത്തിന്റെ അത്ഭുതം കാണുന്നിടം വരെ Don't stop your prayer. നിങ്ങളുടെ പ്രാർത്ഥന നിർത്തരുത്. I said don't stop your prayer. നിങ്ങളുടെ പ്രാർത്ഥന നിർത്തരുതെന്നാണ് ഞാൻ പറയുന്നത്. Little cloud came. ചെറിയൊരു മേഘം വന്നു. It increased. അത് വർദ്ധിച്ചു. And it brought rain. അത് മഴയെ കൊണ്ടുവന്നു. Yesterday, ഇന്നലെ when I was coming from the airport in the evening, ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇന്നലെ വൈകിട്ട് വരുമ്പോൾ Pastor Reggie was driving me. പാസ്റ്റർ റെജിയാണ് വാഹനം ഓടിച്ചു I കൊണ്ടുവന്നത്. called Pastor Roy. ഞാൻ പാസ്റ്റർ റോയിയെ വിളിച്ചു. Roy Marakka. റോയ് മറക്കര. I called him. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. I told him, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, hey Roy, പാസ്റ്റർ റോയ്, what happened? എന്ത് സംഭവിച്ചു? You finished your sermon. അങ്ങ് നിങ്ങൾ വന്ന് നിങ്ങളുടെ പ്രസംഗം കഴിഞ്ഞു. You could have quietly gone to Thrissur. ശാന്തമായിട്ട് നിങ്ങൾക്ക് അങ്ങ് തൃശ്ശൂർക്ക് മടങ്ങി പോകാമായിരുന്നു. You said there will be a sign in Pathanamthitta. എന്നാൽ നിങ്ങൾ പറഞ്ഞു പത്തനംതിട്ടയിൽ ഒരു അടയാളം ഉണ്ടാകും. And I am coming from the airport, downpour of rain. ഇതാ ഇപ്പോൾ ഞാൻ എയർപോർട്ടിൽ നിന്ന് വരുന്ന വലിയ മഴ ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നു. You finished your meeting and you have gone. Now it's raining in Pathanamthitta. നിങ്ങൾ നിങ്ങളുടെ പ്രസംഗം കഴിഞ്ഞാൽ നിങ്ങൾ തൃശ്ശൂരിന് പോയി ഇപ്പോൾ ഇവിടെ പത്തനംതിട്ട ഭയങ്കര മഴയാ. That is natural. അത് സ്വാഭാവികമായ കാര്യം. Your prayer എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥന is going to bring a supernatural rain. ഒരു അമാനുഷികമായ മഴയെ കൊണ്ടുവരുവാൻ പോകുകയാണ്. Oh, a latter rain. ഒരു പിന്മഴ, a revival. ഒരു ഉണർവ്. Pastor Santosh said like this. പാസ്റ്റർ സന്തോഷ് ഇങ്ങനെ പറഞ്ഞു,
This may be a small crowd, not big crowd. ഇതൊരു ചെറിയ കൂട്ടമായിരിക്കാം, വലിയ കൂട്ടമല്ല. But this small crowd എന്നാൽ ഈ ചെറിയ കൂട്ടം is intending to bring a revival to bigger ഇത് crowds. ഒരു വലിയ കൂട്ടത്തിലേക്കുള്ള ഒരു വലിയ ആത്മപകർച്ചയെ കൊണ്ടുവരുവാൻ പോകുന്ന ഒരു കൂട്ടമാണ്. Amen. Amen. One seed ഒരു വിത്ത് can bring up thousands of seeds. അതിന് ആയിരക്കണക്കിന് മറ്റു വിത്തുകളെ കൊണ്ടുവരുവാൻ പറ്റും. The forest department of Indian government says like this. ഇന്ത്യ ഗവൺമെന്റിന്റെ വനം വകുപ്പ് ഇങ്ങനെയാണ് പറയുന്നത്. Forest department of Indian government says like this. വനം വകുപ്പ്, ഇന്ത്യൻ ഗവൺമെന്റിന്റെ വനം വകുപ്പ് ഇങ്ങനെയാണ് പറയുന്നത്. One tree can give millions of matchsticks. ഒറ്റയൊരു മരത്തിൽ നിന്ന് ആയിരക്കണക്കിന് കോടിക്കണക്കിനുള്ള തീപ്പെട്ടിക്കൊള്ളികൾ, അതിന്റെ കമ്പുകൾ നമുക്ക് കിട്ടും. One tree ഒറ്റ മരം can give millions of matchsticks. കോടിക്കണക്കിനുള്ള തീപ്പെട്ടിക്കൊള്ളികൾ തരും. But it says, എന്നാൽ അതിന്റെ പുറകെ പറയുന്നത്, but one matchstick ഒരൊറ്റ തീപ്പെട്ടിക്കൊള്ളി can consume thousands of trees. ആയിരക്കണക്കിന് മരങ്ങളെ നശിപ്പിക്കുവാൻ പറ്റും. Here, ഇവിടെ yeah, matchstick, one small stick is going to ignite. ഒരു ഒറ്റ തീക്കൊള്ളി മതി ഇവിടെ ആളിക്കത്തുവാൻ. This is a match factory here. ഇത് ഒരു തീപ്പെട്ടിശാലയാണ്. Pastor Santosh is running a factory here. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സന്തോഷ് ഇവിടെ ഒരു ഫാക്ടറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. This tent looks like a factory. ഈ ടെന്റ് ഒരു ഫാക്ടറി പോലെയാണ്, പണിശാല പോലെയാണ്. Here matchbox is prepared. ഇവിടെ തീപ്പെട്ടിക്കൊള്ളികൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. You look so simple. നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടാണ് നിങ്ങൾ You look so thin. നിങ്ങൾ വളരെ Look so ordinary. നിങ്ങൾ സാധാരണക്കാരായി കാണപ്പെട്ടേക്കാം. All that the match stick has is little head on the top. എന്നാൽ ആ തീപ്പെട്ടിക്കൊള്ളിക്ക് അതിന്റെ മുകളിലുള്ളത് ഒരു ചെറിയ മരുന്നാണ്, ഒരല്പം മരുന്നാണ് അതിന്റെ മുകളിൽ. We are ordinary people. നാം സാധാരണക്കാരാണ്. But on the top there is Holy Spirit. എന്നാൽ അതിന്റെ മുകളിൽ പരിശുദ്ധാത്മാവുണ്ട്. We have fire on our head. നമ്മുടെ തലയുടെ മുകളിൽ നമുക്ക് തീയുണ്ട്. We have fire in our bones. നമ്മുടെ അസ്ഥികളിൽ നമുക്ക് തീയുണ്ട്. I repeat, ladies and gentlemen. സഹോദരി സഹോദരന്മാരെ, ഞാൻ ആവർത്തിച്ചു പറയട്ടെ, There is a fire burning within our bones. നമ്മുടെ അസ്ഥികൾക്കുള്ളിൽ കത്തുന്ന ഒരു തീയുണ്ട്. Kerala Revival Fire 2014 കേരള റിവൈവൽ ഫയർ 2014 is going to ignite a revival fire not only in Kerala, not only in India, but around the world. ആ തീ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവനും ഈ തീ ആളിക്കത്തുവാൻ You പോകുകയാണ്. are that matchstick. ആ തീക്കൊള്ളി നിങ്ങളാണ്. You are that matchstick. ആ തീക്കൊള്ളി നിങ്ങളാണ്. Come on, give a round of applause. കരങ്ങളെ അടിച്ചു ദൈവത്തിന് ഒരു മഹത്വം Louder, കൊടുക്കാം. louder, louder, കരങ്ങളെ please. ശബ്ദത്തോടെ You are ശബ്ദത്തോടെ. that matchstick. നിങ്ങളാണ് ആ തീക്കൊള്ളി. You are that matchstick. നിങ്ങളാണ് ആ തീക്കൊള്ളി. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. A revival in Kerala. കേരളത്തിൽ ഒരു ഉണർവ്. And now ഇപ്പോൾ Abraham stopped his prayer. അബ്രഹാം തന്റെ പ്രാർത്ഥന നിർത്തി. Sad. ദുഃഖകരം, Very sad. വളരെ ദുഃഖകരം. Bible says, വേദപുസ്തകം പറയുന്നു, when I read that and understood that word, ഞാൻ ആ ഭാഗം വായിച്ച് അത് മനസ്സിലാക്കിയപ്പോൾ I cried. ഞാൻ കരഞ്ഞു. I cried. ഞാൻ കരഞ്ഞു. Bible says വേദപുസ്തകം പറയുന്നു, in Genesis chapter 18 and verse 33, ഉൽപ്പത്തി പുസ്തകം 18:33 when Abraham stopped his prayer, അബ്രഹാം തന്റെ പ്രാർത്ഥന നിർത്തിയപ്പോൾ God went away. ദൈവം മടങ്ങിപ്പോയി. Sad. വളരെ ദുഃഖകരം. Abraham stopped his prayer, അബ്രഹാം തന്റെ പ്രാർത്ഥന നിർത്തിയപ്പോൾ God went away. ദൈവം മടങ്ങിപ്പോയി. My brother, my sister, എന്റെ പ്രിയ സഹോദര സഹോദരി, don't ever stop your prayer. ഒരിക്കലും നിങ്ങളുടെ പ്രാർത്ഥന നിർത്തരുത്. Why God leaves believers? എന്തുകൊണ്ടാണ് ദൈവം വിശ്വാസികളെ വിട്ടിട്ട് പോകുന്നത്? Because you lose that prayerful attitude in your spiritual life. നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം പ്രാർത്ഥനയുടെ മനോഭാവം വിട്ടുകളയുന്നത് കൊണ്ടാണ്. That's the reason why God leaves. അതുകൊണ്ടാണ് ദൈവം നമ്മെ വിട്ട് പോകുന്നത്. Now, ഇനിയും Abraham stopped his prayer. അബ്രഹാം തന്റെ പ്രാർത്ഥന നിർത്തി. Everybody say എല്ലാവരും പറയും, Sodom and Gomorrah was destroyed because of one reason. സോദോം ഗൊമോറ നശിക്കപ്പെട്ടത് ഒരൊറ്റ കാരണം കൊണ്ടാണെന്ന് The പറയുന്നു. sins of mankind in Sodom and Gomorrah.
സോദോം ഗൊമോറയിലുള്ള മനുഷ്യന്റെ പാപം നിമിത്തം. But John Solomon gives a second reason. എന്നാൽ ജോൺ സോളമനായ ഞാൻ അതിനൊരു രണ്ടാമത്തെ കാരണം തരാം. First reason, ഒന്നാമത്തെ കാരണം, the sins of people in Sodom and Gomorrah brought the wrath of God upon that land. Number one. സോദോം ഗൊമോറയിലെ ജനത്തിന്റെ പാപമാണ് ദൈവത്തിന്റെ കോപത്തെ ആ ദേശത്ത് കൊണ്ടുവന്നത്. Second reason. രണ്ടാമത്തെ കാരണം, The second reason is ആ രണ്ടാമത്തെ കാരണം Abraham's incomplete prayer. അബ്രഹാമിന്റെ പൂർണ്ണതയാകാത്ത പ്രാർത്ഥന. I'm a man of imagination. ഞാൻ ഭാവനകളുടെ ഒരു മനുഷ്യനാണ്. After all, God came down from 50 to 45, 45 to 40, 40 to 30, 30 to 20, 20 to 10. ദൈവം 50 നിന്ന് അബ്രഹാം പറഞ്ഞു തുടങ്ങി, 50 നിന്ന് 45 40 30 20 10. If only Abraham continued his prayer. അബ്രഹാം അത് തുടർന്നു കൊണ്ടുപോയിരുന്നെങ്കിൽ. When I was a nursery going boy, ഞാൻ നഴ്സറി സ്കൂളിൽ പഠിക്കുന്ന my nursery teacher taught me a rhyme. എന്റെ നഴ്സറി അധ്യാപിക എന്നെ ഒരു പാട്ട് പഠിപ്പിച്ചു. 10 green bottles hanging on the wall. If one green bottle should accidentally fall, there'll be 9 green bottles hanging on the wall. There'll be 9 green bottles hanging on the wall. If one green bottle should accidentally fall, there'll be 8 green bottles hanging on the wall. There'll be 8 green bottles hanging on the wall. If one green bottle should accidentally fall, there'll be 7 green bottles hanging on the wall. 10 പച്ചക്കുപ്പികൾ ഒരു മതിലിന്മേൽ ഇരുന്നതിൽ ഒരു കുപ്പി താഴെ വീണാൽ പിന്നെ 9 ഉണ്ട്. ആ 9-ൽ ഒരെണ്ണം താഴെ വീണാൽ പിന്നെ 8 ഉണ്ട്. 8-ൽ ഒരെണ്ണം താഴെ വീണാൽ 7 ഉണ്ട്. എന്നിങ്ങനെ ഓരോ സംഖ്യ കുറഞ്ഞു വരുന്ന ആ പാട്ട്. 9, 9, 8, 8, 7, 7, 6, 6, 5, 5, 4, 4, 3. 3. There are 2 green bottles hanging on the wall. ഇപ്പോൾ 2 പച്ചക്കുപ്പികൾ ആ If ഭിത്തിമേൽ. one green bottle should accidentally fall, അതിൽ ഒരു കുപ്പി താഴെ വീഴണം. there'll be 1 green bottle hanging on the wall. അതിൽ ഒരു കുപ്പി മാത്രം പിന്നെ ബാക്കിയുണ്ടായിരിക്കും. God would have said, Abraham, ദൈവം പറഞ്ഞ എന്നമായിരുന്നു, Abraham, അബ്രഹാമേ, stop your prayer. നിന്റെ പ്രാർത്ഥന നിർത്ത്. I found that one man, Lot, in Sodom and ആ ഒരൊറ്റ മനുഷ്യനായ ലോത്തിനെ ഞാൻ അവിടെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. Oh, because I found one righteous man. അവിടെ ഞാൻ ഒരു നീതിമാനെ കണ്ടതുകൊണ്ട് In answer to your prayer, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയാ, I am not going to destroy Sodom and ഞാൻ Gomorrah. സോദോം ഗൊമോറയെ നശിപ്പിക്കത്തില്ല. Sodom and Gomorrah സോദോം ഗൊമോറ was destroyed നശിക്കപ്പെട്ടു because of the incomplete prayer of Abraham. Second reason. അബ്രഹാമിന്റെ അപൂർണമായ പ്രാർത്ഥനയാണ് അതിന്റെ രണ്ടാമത്തെ കാരണം. Don't give up your prayer. നിങ്ങളുടെ പ്രാർത്ഥന നിർത്തരുത്. Never ever give up your prayer. ഒരിക്കലും നിങ്ങളുടെ പ്രാർത്ഥന നിർത്തരുത്. The grandson Jacob knew about his grandfather's prayer. യാക്കോബായ കൊച്ചുമകന് ആ വല്യപ്പച്ചനായ അബ്രഹാമിന്റെ പ്രാർത്ഥനയെ കുറിച്ച് അറിയാം. പുള്ളിയുടെ തെറ്റ് ഇവന് മനസ്സിലായി. വല്യപ്പച്ചന്റെ തെറ്റ് എന്താണെന്ന് കൊച്ചുമകന് മനസ്സിലായി. Therefore he did not copy his grandfather's prayer. അതുകൊണ്ട് യാക്കോബ് വല്യപ്പച്ചന്റെ പ്രാർത്ഥനയെ പകർത്തിയെടുത്തില്ല. One day, ഒരു ദിവസം when he came to a riverside, അവന് ഒരു നദീതീരത്ത് he വന്നപ്പോൾ sent his wives, അവന്റെ ഭാര്യമാരെയും children, കുഞ്ഞുങ്ങളെയും cattle, കന്നുകാലികളെയും male servant and female servants, അവന്റെ ദാസന്മാരെയും stayed alone. എല്ലാവരെയും അപ്പുറത്ത് വിട്ടിട്ട് അവന്റെ ഏകനായിരുന്നു. It was night time. അത് ഏതാണ്ട് രാത്രി സമയം. He knelt down. അവൻ മുട്ടുകുത്തി. He looked up. അവൻ മുകളിലേക്ക് നോക്കി. God of my grandfather Abraham, എന്റെ വല്യപ്പച്ചന്റെ പിതാവായ അബ്രഹാമിന്റെ പിതാവായ ദൈവമേ, God of my father Isaac, എന്റെ പിതാവായ ഇസാക്കിന്റെ ദൈവമേ, please come down. ദയവ് ചെയ്ത് ഇറങ്ങി വരിക. Please come down. ദയവ് ചെയ്ത് ഇറങ്ങി വരിക. God, the creator, came down. ആ സൃഷ്ടാവായ ദൈവം ഇറങ്ങി വന്നു. And he is standing before Jacob. ഇപ്പോൾ യാക്കോബിന്റെ മുൻപിൽ ദൈവം നിൽക്കുകയാണ്. I am writing a book. ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു പുസ്തകം It is എഴുതുകയാണ്. some years I am writing this book. ചില വർഷങ്ങളായിട്ട് ഈ പുസ്തകങ്ങൾ You എഴുതിക്കൊണ്ടിരിക്കുന്നു. know what is the title of this book? ആ പുസ്തകത്തിന്റെ തലക്കെട്ട് എന്താണെന്ന് അറിയണോ? God's weakness and man's strength. ദൈവത്തിന്റെ ബലഹീനതയും മനുഷ്യന്റെ ബലവും. What is God's weakness? എന്താണ് ദൈവത്തിന്റെ ബലഹീനത? And what is man's strength? എന്താണ് മനുഷ്യന്റെ ബലം? Man's strength മനുഷ്യന്റെ ബലം and God's weakness. ദൈവത്തിന്റെ ബലഹീനതയും. God's weakness, ദൈവത്തിന്റെ ബലഹീനത when man diligently calls him, he has to come down.
മനുഷ്യൻ ആത്മാർത്ഥതയോടെ ദൈവത്തോട് നിലവിളിച്ചാൽ ദൈവം ഇറങ്ങി വരും. അതാണ് Because ദൈവത്തിന്റെ that is his ബലഹീനത. promise in the Bible. കാരണം അത് ദൈവത്തിന്റെ വാഗ്ദത്തമാ വചനം. If you diligently call unto me, I will be there. നിങ്ങൾ ആത്മാർത്ഥതയോടെ എന്നെ അന്വേഷിച്ചാൽ, സത്യമായി അന്വേഷിച്ചാൽ ഞാൻ അവിടെ വരും. So അതുകൊണ്ട് Jacob called upon Jehovah. യാക്കോബ് ഇപ്പോൾ യഹോവയായ ദൈവത്തെ വിളിച്ചു. God is weak. ദൈവം ബലഹീനനായി. When man prays, മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ God becomes weak. ദൈവം അങ്ങ് ബലഹീനനാകുകയാണ്. When man prays, മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ man becomes strong. മനുഷ്യൻ ശക്തനാകുന്നു. You got the formula? നിങ്ങൾക്ക് ആ ഒരു ഫോർമുല മനസ്സിലാകുന്നുണ്ടോ? When you pray, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ you become strong. നിങ്ങൾ ശക്തരാകുകയാണ്. When you pray, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ God becomes weak. ദൈവം ബലഹീനനായി പോവുകയാണ്. You call him, നിങ്ങൾ ദൈവത്തെ വിളിക്കുന്നു, he will come here. ദൈവം ഇറങ്ങി വരും. You ask him to bless you, നിങ്ങളെ അനുഗ്രഹിക്കാൻ he ആവശ്യപ്പെടുമ്പോൾ has to bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചേ പറ്റൂ. Where is your strength? എവിടെയാണ് നിങ്ങളുടെ ബലം? Your strength is on your knees. നിങ്ങളുടെ ബലം നിങ്ങളുടെ മുട്ടുകളിലാണ്. Where is your strength? എവിടെയാണ് നിങ്ങളുടെ ബലം? Your strength is in your prayer. നിങ്ങളുടെ ബലം നിങ്ങളുടെ പ്രാർത്ഥനയിലാണ്. When you pray, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ you will become strong. നിങ്ങൾ ശക്തരാകും. Stronger. ശക്തരാകും. Stronger. കൂടുതൽ ശക്തരാകും. Stronger. കൂടുതൽ ശക്തരാകും. When you become strong and stronger, നിങ്ങൾ ശക്തരായി മാറുമ്പോൾ God becomes weaker and weaker. ദൈവത്തിന്റെ ശക്തി കുറഞ്ഞു ദൈവം ബലഹീനനാകുക. God comes and reports before man. ദൈവം ഇതാ മനുഷ്യന്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. He is asking, താൻ ചോദിക്കുകയാണ്, Jacob, യാക്കോബേ, why have you called me? നീ എന്തിനാ എന്നെ വിളിച്ചത്? Why did you call me? നീ എന്തിനാ എന്നെ വിളിച്ചത്? Jacob said, യാക്കോബ് പറഞ്ഞു, bless me. എന്നെ അനുഗ്രഹിക്കാം. You fellow, you called me to bless you? എടാ പുള്ളി, നീ എന്നെ വിളിച്ചത് നിന്നെ അനുഗ്രഹിക്കാനാണോ? Is that the reason you called me? അതിനാണോടാ നീ എന്നെ വിളിച്ചത്? How can I bless you? എങ്ങനെ എനിക്ക് നിന്നെ അനുഗ്രഹിക്കാൻ How പറ്റും? can I bless you? എങ്ങനെ എനിക്ക് നിന്നെ അനുഗ്രഹിക്കാൻ You പറ്റും? gave little porridge and cheated your brother. നീ ഒരു അല്പം പായസം കൊടുത്ത് നിന്റെ ചേട്ടനെ നീ കളിപ്പിച്ചവനാ. You gave lamb meat, saying it is hunt meat, and cheated your father. നീ ആടിന്റെ ഇറച്ചി നിന്റെ അപ്പന് കൊടുത്തേച്ച് ഇത് വേട്ടയിറച്ചിയാണെന്ന് പറഞ്ഞ് അപ്പനെ കളിപ്പിച്ചവനാ. And you put some sticks and leaves before the sheep and cheated your father-in-law. നീ ചില കോലുകളും ഇലയും ഒക്കെ ഇട്ട് ആടുകളുടെ സംഖ്യ വർദ്ധിപ്പിച്ച് നിന്റെ അമ്മായപ്പനെ നീ കളിപ്പിച്ചവനാ. Now you are going back to your brother. ഇപ്പൊ നീ നിന്റെ ജ്യേഷ്ഠന്റെ അടുക്കലേക്ക് മടങ്ങി You പോകുക. are afraid that your brother will kill you. നിന്റെ ജ്യേഷ്ഠൻ നിന്നെ കൊല്ലുമെന്ന് നിനക്ക് പേടിയാ. That's why you are calling me. അതുകൊണ്ടാണ് നീ എന്നെ വിളിക്കുന്നത്. That's why you are asking me to bless you. അതുകൊണ്ടാണ് നീ എന്നെ അനുഗ്രഹിക്കണം. How can I bless you? എങ്ങനെ എനിക്ക് നിന്നെ You അനുഗ്രഹിക്കാൻ cheated your പറ്റും? brother once. നീ ഒരിക്കൽ നിന്റെ ജ്യേഷ്ഠനെ You കളിപ്പിച്ചു. cheated your father once. നിന്റെ പിതാവിനെ നീ കളിപ്പിച്ചു. You cheated your father-in-law once. നിന്റെ അമ്മായപ്പനെ ഒരിക്കൽ You കളിപ്പിച്ചു. are going back to your brother to cheat him again. നീ വീണ്ടും നിന്റെ ജ്യേഷ്ഠനെ കളിപ്പിക്കാൻ പിന്നെയും അവന്റെ അടുക്കൽ You പോകുക. are going to send some gifts and cheat your brother Esau. കുറെ സമ്മാനങ്ങളൊക്കെ യേശാവിന് അയച്ചു കൊടുത്ത് നീ അവനെ കളിപ്പിക്കാൻ I നോക്കുക. cannot bless you. എനിക്ക് നിന്നെ അനുഗ്രഹിക്കാൻ പറ്റത്തില്ല. Jacob said, യാക്കോബ് പറഞ്ഞു, bless me. എന്നെ അനുഗ്രഹിക്കും. Bless me. എന്നെ അനുഗ്രഹിക്കും. God says, ദൈവം പറഞ്ഞു, hey, leave me alone. നീ എന്നെ വെറുതെ വിട. I want to go. എനിക്ക് പോകണം. I want to go. എനിക്ക് പോകണം. And God is begging him, ദൈവം അവനോട് അപേക്ഷിക്കുകയാ, pleading. അവനോട് അഭ്യർത്ഥിക്കുകയാ. This small finger is enough for God. ദൈവത്തിന് ഈ ഒരു ചെറു വിരൽ മതി. Just like this. ഇങ്ങനെ ഒന്ന് തൊടുത്തു വിട്ടാൽ Jacob would have been smashed. അവൻ പൊടിയായി താഴെ കിടന്നേനെ യാക്കോബ്. But God couldn't do that. പക്ഷെ ദൈവത്തിന് അത് ചെയ്യാൻ പറ്റി. You know why? എന്താണെന്നറിയാമോ? He is on his knees. കാരണം അവൻ അവന്റെ മുട്ടിന്മേൽ He is നിൽക്കുകയാണ്. in prayer. അവൻ പ്രാർത്ഥനയിലാണ്. Oh, God could not do anything. ദൈവത്തിന് ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. Because he is in prayer. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് Jacob is strong. യാക്കോബ് ശക്തനായി തീരുകയാണ്. Because he is in prayer. അവൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് God is weak. ദൈവം ഇപ്പോൾ ശക്തി കുറഞ്ഞവനായി 21 days. 21 ദിവസം. I want to tell you one thing. ഞാൻ ഒരു കാര്യം പറയട്ടെ. 21 days. 21 ദിവസം We are making God weak. നമ്മൾ ദൈവത്തെ ബലഹീനനാക്കിക്കൊണ്ടിരിക്കുകയാണ്. These 21 days of prayer, ഈ 21 ദിവസത്തെ you are പ്രാർത്ഥന making God weak. നിങ്ങൾ ദൈവത്തെ ബലഹീനനാക്കിക്കൊണ്ടിരിക്കുകയാണ്. These 21 days, ഈ 21 ദിവസം you are becoming strong. നിങ്ങൾ ശക്തരായിക്കൊണ്ടിരിക്കുകയാണ്. Finally, God said, അവസാനമായി ദൈവം പറഞ്ഞു, see, I have to go. എനിക്ക് പോകണം. Sun is going to rise up. ഇതാ സൂര്യൻ ഉദിക്കുവാൻ പോകുന്നു. People will see me. ഇനി ജനം എന്നെ കാണും. See, who's supposed to give explanation? ആരാണ് ഈ വിശദീകരണം കൊടുക്കേണ്ടത്? It is junior to the senior.
താണവനാണ് മുതിർന്നവന് വിശദീകരണങ്ങൾ എപ്പോഴും The കൊടുക്കേണ്ടത്. teacher will give explanation to the headmaster. ഒരു സ്കൂളിലെ ടീച്ചർ സ്കൂളിലെ മേലധ്യാപകന് എപ്പോഴും വിശദീകരണങ്ങൾ നൽകി കൊടുക്കും. A staff will give explanation to the manager. ഒരു സാധാരണ ജോലിക്കാരൻ അവന്റെ മേലുദ്യോഗസ്ഥൻ എപ്പോഴും വിശദീകരണങ്ങൾ But now, കൊടുക്കും. എന്നാൽ ഇവിടെ God is giving explanation to Jacob. ഇവിടെ ഈ ദൈവം യാക്കോബിന് വിശദീകരണങ്ങൾ കൊടുക്കുകയാണ്. Please, ദയവ് ചെയ്ത് leave me. എന്നെ വിട്. Sun is going to come up. ഇതാ സൂര്യൻ ഉദിക്കുവാൻ പോകുന്നു. People will see me. മറ്റുള്ളവരൊക്കെ എന്നെ കാണും. Jacob, യാക്കോബേ, I must go, man. എനിക്ക് പോയേ പറ്റൂ. Please, I must go. എനിക്ക് പോയേ പറ്റൂ. Give me permission. In other words, give me permission to go. മറ്റൊരർത്ഥത്തിൽ ദൈവം പറയുക, ഞാൻ പോകാൻ നീ എനിക്ക് അനുവാദം തരണം. What does it mean? His knee. യാക്കോബ് അവന്റെ മുട്ടിന്മേൽ നിൽക്കുന്നു. You know why? എന്താണെന്നറിയാമോ? Jacob is praying. യാക്കോബ് പ്രാർത്ഥിക്കുകയാണ്. Jacob is praying. യാക്കോബ് My പ്രാർത്ഥിക്കുകയാണ്. brother, you are praying. എന്റെ സഹോദരൻ നീ My പ്രാർത്ഥിക്കുന്നു. sister, you are praying. എന്റെ സഹോദരി നീ പ്രാർത്ഥിക്കുന്നു. God simply cannot go. ദൈവത്തിന് ഇവിടെ മറികടന്നു പോകുവാൻ I പറ്റത്തില്ല. say God simply cannot go without answering your prayer. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതെ ദൈവത്തിന് ഇവിടുന്ന് മറികടന്നു പോകുവാൻ പറ്റില്ലെന്നാണ് ഞാൻ That's why പറഞ്ഞത്. these 21 days of Kerala revival fire prayer in Pathanamthitta. അതാണ് ഈ കേരള റിവൈവൽ ഫയർ ഈ 21 ദിവസം പത്തനംതിട്ടയിൽ നടക്കുന്നത്. We will make God weak. നാം ദൈവത്തെ അശക്തനാക്കി We will become തീർത്തുകൊണ്ടിരിക്കുകയാണ്. strong. നാം ശക്തരായിക്കൊണ്ടിരിക്കുകയാണ്. God cannot go. ദൈവത്തിന് പോകുവാൻ പറ്റത്തില്ല. Finally, അവസാനമായി God said, ദൈവം പറഞ്ഞു, I bless you. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. The kingdom of God is compelled. ദൈവരാജ്യം നിർബന്ധത്താലുള്ളതാണ്. Abraham did not compel, അബ്രഹാം നിർബന്ധിച്ചില്ല. but Jacob compelled. എന്നാൽ ദൈവം യാക്കോബ് നിർബന്ധം പിടിച്ചു. Jacob compelled. യാക്കോബ് നിർബന്ധം പിടിച്ചു. He besought God that God should bless him. അവൻ ദൈവം എന്നെ അനുഗ്രഹിച്ചേ പറ്റൂ എന്ന് അവൻ ദൈവത്തെ അന്വേഷിച്ചു. ആ നിലയിൽ Without blessing, he could not go. അനുഗ്രഹിക്കാതെ ദൈവത്തിന് പോകുവാൻ പറ്റത്തില്ലായിരുന്നു. Now, ഇപ്പോൾ Jabez, യാക്കോബിന്റെ ഈ പ്രാർത്ഥന യബ്ബേസിന് അറിയാമായിരുന്നു. God's weakness. ദൈവത്തിന്റെ ബലഹീനത. When you are in prayer, നിങ്ങൾ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ God becomes weak. ദൈവം ബലഹീനനായി തീരുന്നു. When you are in prayer, നിങ്ങൾ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ you become strong. നിങ്ങൾ ശക്തരായിക്കൊണ്ട് തീരുന്നു. When you are in prayer, നിങ്ങൾ പ്രാർത്ഥനയിലാകുമ്പോൾ that becomes God's weakness. അത് ദൈവത്തിന്റെ ബലഹീനതയായി മാറുന്നു. I want to tell you one explanation. ഞാൻ അതിനൊരു വിശദീകരണം തരുവാൻ ആഗ്രഹിക്കുന്നു. See, we are fathers. പിതാക്കന്മാരായവരൊക്കെ നമ്മളിവിടെ ഉണ്ടല്ലോ. We have children. നമുക്ക് കുഞ്ഞുങ്ങളുണ്ട്. We used to play with our children in our bedroom. നമ്മുടെ കിടക്കമുറിയിലൊക്കെ വെച്ച് നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് കളിക്കാറുണ്ട്. I climb on my bed. ഞാൻ പലപ്പോഴും എന്റെ കിടക്കയിൽ ചാടി കയറും. I play with my children. എന്റെ കുഞ്ഞുങ്ങളോട് കൂടെ ഞാൻ കളിക്കും. When they were small, അവർ കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ I used to wrestle with my children. അവരോട് ഞാൻ മല്ല് പിടിക്കുമായിരുന്നു. My son is a pastor now. ഇപ്പോൾ എന്റെ മകൻ ഒരു പാസ്റ്ററാണ്. When he was 5-year-old boy, അവൻ 5 വയസ്സുള്ള ഒരു ബാലകനായിരുന്നു. I used to play WWF video and play wrestling. ഞാൻ ഈ ഗുസ്തി മത്സരത്തിന്റെ വീഡിയോ ഇട്ടിട്ട് ഞാൻ അവനോട് കൂടെ ഈ ഗുസ്തി മത്സരം കളിക്കുമായിരുന്നു. And we both will be in the bed. ഞങ്ങൾ രണ്ടുപേരും കിടക്കയിലായിരിക്കും. We will be wrestling. ഞങ്ങൾ രണ്ടുപേരും മല്ല് പിടിക്കും. And you know, I was strong at that time also. അന്ന് ഞാൻ ഇതിലും കുറച്ചുകൂടെ ശക്തനായിരുന്നു. My son was only 5-year-old boy. പക്ഷെ എന്റെ കുഞ്ഞിന് അന്ന് 5 വയസ്സേ പ്രായമുള്ളൂ. I could have just given him a knock, he would have been flat. ഞാൻ ഒരു ഒറ്റ ഇടി കൊടുത്തിരുന്നെങ്കിൽ അവൻ തീർച്ചയായിട്ടും അവിടെ നിലത്ത് കിടന്നേനെ. But you know, എന്നാൽ അറിയാമോ, my son will do like this. എന്റെ മകൻ എന്നെ ഇങ്ങനെ ഇടിക്കും. I will cry. ഞാൻ അന്നേരം കരയും. He will give one more punch. അവൻ വീണ്ടും എന്നെ ഇടിക്കും. I will fall down. ഞാൻ അപ്പോഴത്തേന് താഴെ വീഴും. When I fall down on my bed, tummy, അവൻ എന്റെ വയറ്റത്ത് കയറിയിരിക്കും. he will punch, he will punch, he will punch. അവൻ വീണ്ടും എന്നെ ഇടിച്ചുകൊണ്ടിരിക്കും. I will cry. ഒരു തിരുമല് കിട്ടുന്നത് പോലെയാണ്, തിരുമുന്നത് പോലെയാണ്. 4-year-old boy massaging me. നല്ല 4-5 വയസ്സുള്ള ഒരു കുഞ്ഞ് ഇടിച്ചു തിരുമുകയാ. But I will be crying. പക്ഷെ ഞാൻ കരയുന്നത് പോലെ കാണിക്കും. I will fall down. ഞാൻ അവിടെ വീണ് കിടക്കും. I will shout. ഞാൻ ശബ്ദമുണ്ടാക്കും. A secret. നല്ലൊരു രഹസ്യം. You know what is that secret? എന്താണെന്നറിയാമോ രഹസ്യം? Even in the game, ആ കളിയിൽ പോലും, even in that game, ആ കളിയിൽ പോലും my son should not be defeated. എന്റെ മകൻ പരാജിതനാകുവാൻ പാടില്ല. Come on. മനസ്സിലായവർ കരങ്ങളെ അടിച്ചൊന്ന് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. Understand? മനസ്സിലാകുന്നവർക്ക് that is father. അതാണ്
That is father. അതാണ് പിതാവ് എന്ന് പറയുന്നത്. Even in a game, ഒരു കളി തമാശയായിട്ടുള്ള ഒരു കളിയിൽ പോലും father does not want his son to be defeated. ഒരു പിതാവിന് അവന്റെ മകൻ പരാജിതനാകുവാൻ ആഗ്രഹമില്ല. At the cost of him falling down, ആ പിതാവ് താഴെ വീണാലും, at the cost of him being flat on the floor, അവൻ നിലം പരിചായി on his chest, അവന്റെ നെഞ്ചത്ത് കയറി മകൻ നിന്നാലും, he will only let the son win. ആ മകൻ ജയിക്കുവാനേ പിതാവ് അനുവദിക്കത്തുള്ളൂ. That is father. അതാണ് ഒരു പിതാവ് എന്ന് That is പറയുന്നത്. father. അതാണ് പിതാവ്. That is father. അതാണ് പിതാവ്. My dear brother, my dear sister, എന്റെ പ്രിയ സഹോദരി this സഹോദരന്മാർ, is what God does in our life. ഇതാണ് ദൈവവും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. Even at the very cost of him being defeated, ദൈവം പരാജിതനാകുന്ന നിലയിലുള്ള വില കൊടുക്കേണ്ടി വന്നാലും he will not let you be defeated. അവൻ ഒരിക്കലും നിങ്ങൾ പരാജയപ്പെടുവാൻ അവൻ He അനുവദിക്കത്തില്ല. wants you to win. നിങ്ങൾ ജയിക്കണം എന്നതാണ് ദൈവത്തിന്റെ ആഗ്രഹം. You know one thing, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? I want to tell you. രണ്ടുപേര് ഗുസ്തി പിടിക്കുക. One wins, the other one defeats. ഒരാൾ ജയിക്കുന്നു, മറ്റേ ആൾ പരാജിതനാകുന്നു. Okay, now here in this wrestling, എന്നാൽ ഈ ഗുസ്തിയിൽ two people are fighting. രണ്ടുപേര് ഗുസ്തി പിടിക്കുന്നു. One is ഒന്ന് Jacob. യാക്കോബ്, The other one is മറ്റേത് who? People are fighting. രണ്ടുപേരും ഇവിടെ മത്സരം ഗുസ്തി പിടിക്കുക. And who won the wrestling? ആരാണ് അവിടെ ആ മത്സരത്തിൽ ജയിച്ചത്? Who? ആരാണ് ആ യുദ്ധത്തിൽ ജയിച്ചത്? Jacob. യാക്കോബ്. Who was defeated? ആരാ പരാജയപ്പെട്ടത്? Who was defeated? ആരാ പരാജയപ്പെട്ടത്? God. ദൈവം. John Solomon doesn't say that. ഇത് ജോൺ സോളമൻ പറയുന്നതല്ല. God says, ദൈവം പറയുന്നു, taking the hand of Jacob, താൻ യാക്കോബിന്റെ കൈ എടുത്തിട്ട് he tells everybody, താൻ എല്ലാവരോടും പറഞ്ഞു, he got the championship belt today. ഇവൻ ഇന്ന് ജയത്തിന്റെ ബെൽറ്റ് He കിട്ടിയിരിക്കുകയാണ്. is victorious today. ഇവൻ ഇന്ന് ജയിച്ചിരിക്കുകയാണ്. That means, അതിന്റെ അർത്ഥം, if he is winning, ഇവനാണ് ജയിക്കുന്നതെങ്കിൽ I am defeated. ഞാൻ പരാജിതനായി. His prayer is victorious. അവന്റെ പ്രാർത്ഥന ജയമുള്ള പ്രാർത്ഥനയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിനെ ഹല്ലേലൂയ. ശബ്ദമായിട്ട് ശബ്ദത്തോടെ പറഞ്ഞാട്ടെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിനെ ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിനെ സ്തോത്രം. സ്തോത്രം. God doesn't want you to be defeated. നിങ്ങൾ പരാജിതരാകുവാൻ ദൈവം ഒരിക്കലും God ആഗ്രഹിക്കുന്നില്ല. wants you to win. നിങ്ങൾ എപ്പോഴും ജയിച്ചിരിക്കുവാൻ ദൈവം Even at the cost of him being defeated, താൻ പരാജിതനാകുന്ന അവസ്ഥയിൽ എത്തിയാൽ പോലും God wants you to win. നിങ്ങൾ ജയിക്കണമെന്നാണ് അവിടുന്നുള്ള ആഗ്രഹം. Now Jabez. ഇപ്പോൾ യബ്ബേസിന്റെ കാര്യം. Jabez copied the prayer of Jacob. യബ്ബേസ് യാക്കോബിന്റെ പ്രാർത്ഥനയാണ് പകർത്തിയെടുത്തത്. He prayed unto God of Jacob താൻ ഇസ്രായേലിന്റെ യാക്കോബിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, and asked him to bless him indeed. എന്നെ നിശ്ചയമായും നീ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. This fasting prayer ഈ ഉപവാസ പ്രാർത്ഥന not only brings revival, ഇത് ഉണർവ് കൊണ്ടുവരിക മാത്രമല്ല, it will also bless you. അത് നിങ്ങളെ അനുഗ്രഹിക്കുക കൂടെ ചെയ്യും. Amen. ആമേൻ. I want to tell you, ഞാൻ ഒരു കാര്യം പറയാം. you are going to be blessed after this revival meeting. ഈ ഉണർവ് മീറ്റിംഗ് കൂടി വരവ് കഴിയുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. These 21 days of fasting and prayer ഈ 21 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും is going to bring prosperity upon your life. നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി കൊണ്ടുവരുവാൻ Is പോകുകയാണ്. going to bring riches upon your life. നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി കൊണ്ടുവരുവാൻ It's going പോകുകയാണ്. to bring wealth upon your life. നിങ്ങളുടെ ജീവിതത്തിൽ ധനം കൊണ്ടുവരുവാൻ Because പോകുകയാണ്. Bible says, കാരണം വേദപുസ്തകം for പറയുന്നു, the blessings of the Lord maketh rich and he addeth no sorrow to it. സമ്പത്ത് ദൈവം കൂട്ടിച്ചേർക്കുന്നു, അതിനോടുകൂടെ അവൻ ദുഃഖം കൊണ്ടുവരികയില്ല എന്നാണ് വേദപുസ്തകം Proverbs പറയുന്നത്. 10 and verse 22 says, സദൃശവാക്യങ്ങൾ 10:22 അങ്ങനെയാണ് for the പറയുന്നത്. blessings of the Lord maketh rich യഹോവയുടെ അനുഗ്രഹങ്ങൾ സമൃദ്ധിയെ കൊണ്ടുവരുന്നു, and he addeth no sorrow to it. അതിനോടുകൂടെ അവൻ ദുഃഖത്തെ കൂട്ടിച്ചേർക്കുന്നില്ല. This fasting prayer ഈ ഉപവാസ is പ്രാർത്ഥന going to bring blessing upon your life. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം കൊണ്ടുവരുവാൻ പോകുന്നു. Yes. അതെ, Yes. അതെ.
God is going to change your life. നിങ്ങളുടെ ജീവിതത്തെ ദൈവം രൂപാന്തരപ്പെടുത്തുവാൻ പോകുകയാണ്. Yes, it's not only bringing revival in the land, ഇത് ദേശത്ത് ഉണർവ് കൊണ്ടുവരിക മാത്രമല്ല, it's also going to bring prosperity upon you and your family. അത് നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിന്റെ മേലും Bible said, യബ്ബേസ് പറയുകയാണ്, bless me indeed. നീ നിശ്ചയമായും എന്നെ Bless അനുഗ്രഹിക്കണം. me, Lord. എന്നെ അനുഗ്രഹിക്കണമേ Bless ദൈവമേ. me, Lord. എന്നെ അനുഗ്രഹിക്കണമേ When ദൈവമേ. God blesses, ദൈവം അനുഗ്രഹിച്ചാൽ your life will be different. നിങ്ങളുടെ ജീവിതം പാടെ മാറിപ്പോകും. Oh, hallelujah. ആമേൻ. God is going to bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ One പോകുകയാണ്. day, ഒരു ദിവസം I was working in an American company. ഞാൻ ഒരു അമേരിക്കൻ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയം God spoke to me one midnight. ഒരു പാതിരാത്രിയിൽ ദൈവം എന്നോട് സംസാരിച്ചു. Resign your job, take up your Bible, do the work of an evangelist. നീ നിന്റെ ജോലി രാജിവെച്ചിട്ട് വേദപുസ്തകം എടുത്ത് ഒരു സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക എന്ന് പറഞ്ഞു. I resigned my job within 10 hours. 10 മണിക്കൂറിനകം ഞാൻ പോയി എന്റെ ജോലി രാജിവെച്ചു. I went to my daddy. ഞാൻ എന്റെ പിതാവിന്റെ അടുക്കൽ ചെന്നു. I knelt down before him. ഞാൻ തന്റെ മുൻപിൽ മുട്ടുകുത്തി. I told daddy, bless me. ഞാൻ പറഞ്ഞു, ഡാഡി എന്നെ അനുഗ്രഹിക്കണം. My daddy asked me, എന്റെ പിതാവ് ചോദിച്ചു, why? എന്തിന്? I resigned my job. ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ ജോലി രാജിവെച്ചു, ഡാഡിയെ എന്നെ അനുഗ്രഹിക്കണമേ. My daddy looked at me and said, എന്റെ പിതാവ് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, your brother was Tashildar. നിന്റെ സഹോദരൻ ഒരു തഹസീൽദാർ ആയിരുന്നു. He resigned his job and went for ministry. അവൻ ജോലി രാജിവെച്ചിട്ട് അവൻ ശുശ്രൂഷയ്ക്ക് പോയി. You were working as an assistant manager in an American company. നീ ഒരു അമേരിക്കൻ കമ്പനിയിൽ Knelt down and said, daddy, bless me. ഞാൻ അന്നേരം മുട്ടുകുത്തി വെച്ച് പറഞ്ഞു, ഡാഡി എന്നെ അനുഗ്രഹിക്കണം. My daddy said, എന്റെ ഡാഡി പറഞ്ഞു, in this Chennai city, ഈ ചെന്നൈ ടൗണിൽ, in this Broadway, ഈ തെരുവീതിയിൽ my son John Solomon, എന്റെ മകൻ ജോൺ സോളമൻ, I will see you carrying a bowl and begging. നീ ഒരു ഭിക്ഷപാത്രം എടുത്തുകൊണ്ട് ഈ തെരുവിൽ കൂടെ നടക്കുന്നത് ഞാൻ കാണും എന്ന് I will see. ഞാനത് കാണും. I had one old guitar. എനിക്ക് അന്ന് ഒരു പഴയ ഒരു ഗിറ്റാർ I എനിക്കുണ്ടായി. had one 10 rupee thick Bible. ഒരു 10 രൂപ ഖനമുള്ള ഒരു ബൈബിൾ I ഉണ്ടായിരുന്നു. went and stood in a 4 road junction. ഒരു നാൽക്കവലയിൽ ഞാൻ പോയി നിന്നു. I played my guitar. ഞാൻ എന്റെ ഗിറ്റാർ വായിച്ചു. I sang a song. ഞാൻ അവിടെ നിന്ന് ഒരു പാട്ട് പാടി. 40 people came and surrounded me. 40 പേര് എന്റെ ചുറ്റും വന്നു I നിന്നു. left my guitar there. ഞാൻ എന്റെ ഗിറ്റാർ താത്തു വെച്ചു. Whatever I knew, I preached. എനിക്ക് അറിയാവുന്നത് ഞാൻ പ്രസംഗിച്ചു. I gave altar call. ഞാൻ എന്നിട്ട് രക്ഷയ്ക്കുള്ള ആഹ്വാനം കൊടുത്തു. 2 people accepted Jesus. 2 പേര് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. And I made them kneel down at the platform. അവര് ആ 3 ദിവസങ്ങൾ I had bleeding on my knees because I was praying on the pavement at the platform of the road. ഞാൻ തെരുവീതികളിലെ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് ചോര വരുവാൻ തുടങ്ങി. My father did not see me carrying a pitcher patram. എന്റെ പിതാവ് ഒരിക്കലും ഞാൻ ഒരു ഭിക്ഷപാത്രം എടുക്കുന്നത് കണ്ടിട്ടില്ല. Today, ഇന്ന് if I have to go to Broadway, ഇന്ന് ഞാൻ അതേ ആ തെരുവീതിയിൽ തിരിച്ചു പോകണമെങ്കിൽ everywhere else I go in my wife's car. ഞാൻ ബാക്കിയുള്ളിടങ്ങളിലെല്ലാം എന്റെ ഭാര്യയുടെ കാറിലാണ് I will go in my first son's car. എന്റെ മൂത്ത മകന്റെ കാറിൽ ചിലപ്പോൾ I will go in my second son's car. ചിലപ്പോൾ എന്റെ രണ്ടാമത്തെ മകന്റെ കാറിൽ പോകും. Sometimes I go in my daughter's car. ചിലപ്പോൾ എന്റെ മകളുടെ കാറിൽ ഞാൻ പോകും. But when I have to go to Broadway, എന്നാൽ എന്റെ പിതാവ് പറഞ്ഞ ആ ബ്രോഡ്വേ എന്ന ആ തെരുവിൽ എനിക്ക് പോകേണ്ടപ്പോൾ I will not go in those cars. ഞാൻ അവരുടെ ആരുടെയും കാറുകളിൽ ഞാൻ പോകത്തില്ല. I drive my own brand new Mercedes Benz car. ഞാൻ എന്റെ സ്വന്തമായ പുതിയ മെർസിഡീസ് ബെൻസ് കാർ ഓടിച്ചുകൊണ്ടാണ് ഞാൻ ആ തെരുവിൽ കൂടെ പോകുന്നത്. Brand new Mercedes Benz car I drive in Broadway. ഞാൻ ആ ബ്രോഡ്വേയുടെ തെരുവിൽ ഏറ്റവും പുതിയ മെർസിഡീസ് ബെൻസ് കാറുമായിട്ടാണ് ഞാൻ ഓടിച്ചു പോകുന്നത്. Because കാരണം that father ആ പിതാവ് cursed me. എന്റെ പിതാവ് എന്നെ ശപിച്ചു. That father എന്നാൽ ആ പിതാവ് blessed me. എന്നെ അനുഗ്രഹിച്ചു. Blessed me. എന്നെ അനുഗ്രഹിച്ചു. Today God is going to bless you. ഇന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ പോകുകയാണ്. God has taken me to different parts of the world. ദൈവം എന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുപോയി. When I was in Malaysia, ഞാൻ മലേഷ്യയിലായിരുന്നപ്പോൾ I had lunch with the king of Malaysia. ഞാൻ അവിടുത്തെ രാജാവിനോടൊപ്പം ഭക്ഷണം When I was in കഴിച്ചിട്ടുണ്ട്. Kuwait, ഞാൻ കുവൈറ്റിലായിരുന്നപ്പോൾ I had high tea with the sheikh of Kuwait. ഞാൻ ഒരു 4 മണി ചായയുടെ സമയം അവിടുത്തെ ഷെയ്ഖുമായിട്ട് പങ്കിട്ടു. Last year I was in Nigeria. ഞാൻ കഴിഞ്ഞ വർഷം നൈജീരിയയിലായിരുന്നു. I was preaching to a crowd of 1,50,000
152,000 people. ഏതാണ്ട് 1,52,000 പേര് അടങ്ങുന്ന ഒരു സദസ്സിൽ ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നു. The stadium was packed. ആ സ്റ്റേഡിയം നിറഞ്ഞ് കവിഞ്ഞിരുന്നു. They brought 2,000 chairs and put it outside the stadium and they kept LCD player. അവര് സ്റ്റേഡിയം നിറഞ്ഞതുകൊണ്ട് 2,000 കസേരകൾ സ്റ്റേഡിയത്തിന് വെളിയിൽ കൊണ്ടുവന്നിട്ട് അവിടെ LCD ക്യാമറ സ്ക്രീൻ വെച്ച് ഇത് കാണിച്ചു. I was the only speaker. ഞാനായിരുന്നു അവിടുത്തെ ഏക പ്രാസംഗികൻ. When I went there, ഞാൻ അവിടെ ചെന്നപ്പോൾ the worship was done by world number 1 worship leader Ron Canoli. റോൺ കനോളി എന്നറിയപ്പെടുന്ന ഏറ്റവും വലിയ ഒരു വർഷിപ്പ് ലീഡറാണ് അന്ന് അവിടെ ആരാധന നയിച്ചുകൊണ്ടിരുന്നത്. Today, ഇന്ന് if I go to Nigeria, ഞാൻ നൈജീരിയയിൽ പോയാൽ, if I go to England, ഞാൻ ഇംഗ്ലണ്ടിൽ പോയാൽ, world number 1 Ron Canoli and Darling Sheikh of Australia, what is that team? Hillsongs. They are doing worship for me. ഇന്ന് ഞാൻ ലണ്ടനിലോ നൈജീരിയയിലോ എവിടെ പോയാലും റോൺ കണോലിയും അതുപോലെ ഹിൽസോങ് ഗ്രൂപ്പിലെ ഏറ്റവും വലിയ പ്രസക്തമായ ഹിൽസോങ് ഗ്രൂപ്പിലെ വർഷിപ്പ് ലീഡേഴ്സ് ആണ് എന്നോടൊപ്പം ആരാധനയ്ക്ക് അവിടെ കടന്നു വരുന്നത്. Darling Sheikh will be doing worship for me. ഡാർലിംഗ് ഷേക്സ് എന്ന് പറയുന്ന ആ സഹോദരിയാണ് എനിക്ക് വേണ്ടി ആരാധന ഗാനം പാടുന്നത്. I started on the corner of the road. എന്നാൽ ഞാൻ തുടങ്ങിയത് ഒരു നാൽക്കവലയിൽ നിന്നാണ് തുടങ്ങിയത്. 10 rupee old Bible. ഒരു 10 രൂപ വിലയുള്ള ഒരു പഴയ വേദപുസ്തകവുമാണ്. 150 rupees worth Spanish guitar. 150 രൂപ വിലയുള്ള ഒരു പഴയ ഗിറ്റാറുമായി. In that meeting, ആ മീറ്റിംഗിൽ my son was with me. എന്റെ മകൻ എന്നോട് കൂടെ I ഉണ്ടായിരുന്നു. turned to Bishop and looked at him and said, ഞാൻ ആ ബിഷപ്പിലേക്ക് നോക്കി ഇങ്ങനെ പറഞ്ഞു, Bishop Francis, ബിഷപ്പ് ഫ്രാൻസിസ്, tell your king of Nigeria, നിങ്ങൾ ഈ രാജ്യത്തിന്റെ നൈജീരിയയുടെ രാജാവിനോട് പറയുക, please tell him, ദയവീത് അദ്ദേഹത്തോട് പറയുക, I am not able to accept his invitation even this year. ഈ വർഷവും തന്റെ ക്ഷണം എനിക്ക് സ്വീകരിക്കുവാൻ പറ്റത്തില്ലെന്ന് പറയുക. Last year he invited me to the palace കഴിഞ്ഞ വർഷം കൊട്ടാരത്തിൽ ചെല്ലുവാൻ ആ രാജാവ് എന്നെ ക്ഷണിച്ചു. for a lunch or dinner. ഒന്നിൽ ഉച്ചഭക്ഷണത്തിനോ അല്ലെങ്കിൽ രാത്രി I ഭക്ഷണത്തിനോ. told the king of Nigeria, നൈജീരിയയിലെ രാജാവിനോട് ഞാൻ പറഞ്ഞു, king, I will try next year. ആ രാജാവെ ഞാൻ അടുത്ത വർഷം വരാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. ബിഷപ്പ്, tell the king, രാജാവിനോട് പറയുക, I am not able to go to the palace even this year. ഈ വർഷവും എനിക്ക് കൊട്ടാരത്തിൽ ചെല്ലുവാൻ പറ്റത്തില്ല എന്ന് പറയണമെന്ന് ഞാൻ ബിഷപ്പിനോട് Next പറഞ്ഞു. year I will come to his palace. അടുത്ത വർഷം ഞാൻ തന്റെ കൊട്ടാരത്തിൽ The വരാം. king of Nigeria is waiting for John Solomon's appointment today. ഇന്ന് ജോൺ സോളമന്റെ അപ്പോയിന്റ്മെന്റിന് വേണ്ടി നൈജീരിയയിലെ രാജാവ് കാത്തിരിക്കുകയാണ്. My Bible says, എന്റെ വേദപുസ്തകം പറയുന്നു, Jabez started his beginning was sorrow, painful. യബ്ബേസിന്റെ ആരംഭം വ്യസനത്തോടുകൂടെയായിരുന്നു. But God blessed him. എന്നാൽ ദൈവം അവനെ അനുഗ്രഹിച്ചു. My Bible says, എന്റെ വേദപുസ്തകം he പറയുന്നു, became more honorable than all his brothers. തന്റെ സകല സഹോദരന്മാരെക്കാളും അവൻ മാന്യനായി തീർന്നു എന്നാണ്. He was more honorable than all his brothers. തന്റെ സകല സഹോദരന്മാരെക്കാളും അവൻ മാന്യനായി തീർന്നു. God is going to bless you, my brother. സഹോദര, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. Sister, God is going to bless you today. സഹോദരി, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. You will become more honorable in Kerala. നിങ്ങൾ കേരളത്തിൽ മാന്യനായി തീരും. You will become more honorable in South India. നിങ്ങൾ ദക്ഷിണ ഇന്ത്യ. You will become more honorable in India. നിങ്ങൾ ഭാരതത്തിൽ ഏറ്റവും You മാന്യനായി will തീരും. become more honorable in Asia. നിങ്ങൾ ഏഷ്യയിൽ ഏറ്റവും മാന്യനായി തീരും. You will become more honorable in the world. നിങ്ങൾ ലോകത്തിലെമ്പാടും നിങ്ങൾ ഏറ്റവും You മാന്യനായി are the തീരും. Jabez. കാരണം നിങ്ങൾ യബ്ബേസ്. You are the Jabez. നിങ്ങളാണ് ആ യബ്ബേസ്. Today, in a few minutes from now, ഒരല്പസമയത്തിനുള്ളിൽ we are going to pray to God of Jabez and God of Jacob. നാം ആ യാക്കോബിന്റെയും യബ്ബേസിന്റെ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുവാൻ Lord, bless me. ദൈവമേ, നീ എന്നെ അനുഗ്രഹിക്കണമേ. Enlarge my territory. എന്റെ അതിരുകളെ വിസ്താരമാക്കണമേ. And let your hand be upon me. അങ്ങയുടെ കരം എന്റെ കൂടെ Let ഇരിക്കട്ടെ. your hand be upon me. അങ്ങയുടെ കരം എന്റെ മേൽ ഇരിക്കട്ടെ. He knew അവൻ അറിയാമായിരുന്നു, if God's hand is upon us, അവന്റെ യഹോവയുടെ കരം തന്റെ മേൽ വന്നാൽ we will achieve. താൻ നേടിയെടുക്കുവാനുള്ളത് നേടിയെടുക്കും. One day, ഒരു ദിവസം the hand of God came upon Elijah. ഏലിയാവിന്റെ മേൽ യഹോവയുടെ കരം വന്നു. You know what happened? എന്താ സംഭവിച്ചത്? Elijah was up on the Mount Carmel. ഏലിയാവ് കർമേൽ പർവ്വതത്തിന്റെ And മുകളിലായിരുന്നു. Ahab is on his chariot on the plains. ആഹാബ് ആ നിലങ്ങളിൽ കൂടെ തന്റെ രഥത്തിൽ പോവുകയാണ്. And Elijah said, go.
ഏലിയാവ് പറഞ്ഞു പൊക്കോ. And the chariot is running. ഇപ്പോൾ രഥങ്ങൾ വളരെ വേഗത്തിൽ ഓടുകയാണ്. The stallions, the horses are dragging the chariot very powerfully. ആ കുതിരകൾ വളരെ വേഗത്തിൽ ഈ രഥത്തെ കൊണ്ടുപോവുകയാണ്. Elijah was fasting. ഏലിയാവ് ഉപവസിക്കുക. Elijah was praying. ഏലിയാവ് പ്രാർത്ഥിക്കുകയാണ്. You know what happened? എന്താ സംഭവിച്ചെന്നറിയാമോ? Such a weak person. വളരെ ബലഹീനനായ മനുഷ്യൻ. Now when the hand of God came, എന്നാൽ യഹോവയുടെ കൈ അവന്റെ മേൽ he came വന്നപ്പോൾ running. അവൻ ഓടി വന്നു. He came running. അവൻ ഓടി വന്നു. He came running. അവൻ ഓടി വന്നു. The horses are running. ഇതാ കുതിരകൾ ഓടുന്നു. The chariot is running. രഥം ഇതാ It's running ഓടിക്കൊണ്ടിരിക്കുകയാണ്. very fast. രഥം വളരെ വേഗത്തിലാണ് But ഓടുന്നത്. my Bible says എന്നാൽ എന്റെ വേദപുസ്തകം പറയുന്നു Elijah ran ahead. ഏലിയാവ് അവയ്ക്ക് മുൻപായി ഓടി. Elijah ran ahead. ഏലിയാവ് അവയ്ക്ക് മുൻപായി ഓടി. Elijah ran ahead. ഏലിയാവ് അവയ്ക്ക് മുൻപായി ഓടി. The chariot came behind. രഥം ഇതാ The പുറകിലായി. horses came behind. കുതിരകൾ ഇതാ പുറകിലായി. The king came behind. രാജാവ് പുറകിലായി. Why? എന്ത്? Because of the hand of God that came upon Elijah. പിതാവിന് സാധിച്ചു. ഇപ്പോൾ ഇപ്പോൾ Hand of God is going to come upon you. യഹോവയുടെ കൈ നിങ്ങളുടെ മേൽ വരുവാൻ പോകുകയാണ്. Elijah ഏലിയാവേ running forward. ഇതാ വേഗത്തിൽ മുന്നോട്ട് ഓടുന്നു. Chariot രഥങ്ങൾ is coming behind. അവന് പുറകെയാണ് വരുന്നത്. Horses കുതിരകൾ coming behind. പുറകെ വരുന്നു. My Bible says വേദപുസ്തകം പറയുന്നു some boast about their chariots, ചിലർ രഥങ്ങളിൽ ആശ്രയിക്കുന്നു. some boast about their horses. ചിലർ അവരുടെ വീടുകളെ കുറിച്ച് But I പ്രശംസിക്കുന്നു. boast upon the name of the Lord of my host. ഞാൻ സൈന്യങ്ങളുടെ യഹോവയായ ദൈവത്തിൽ ഞാൻ പ്രശംസിക്കുന്നു The എന്ന്. hand of God. യഹോവയുടെ The കരം hand of God is going to come upon you. കരം നിങ്ങളുടെ മേൽ വരുവാൻ പോകുകയാണ്. ഇപ്പോൾ Let's all stand up. നമുക്കെല്ലാം ദൈവസന്നിധിയിൽ Let's all എഴുന്നേറ്റ് stand നിൽക്കാം. up. എല്ലാവർക്കും The എഴുന്നേറ്റ് hand നിൽക്കാം. of God. യഹോവയുടെ കൈ. Jabez knew. യബ്ബേസിന് അറിയാമായിരുന്നു. Let your hand be upon me. അങ്ങയുടെ കരം എന്റെ മേൽ That is വരട്ടെ. enough. അതാണ് എനിക്ക് Let വേണ്ടത്. your hand be upon me. അങ്ങയുടെ കരം എന്റെ മേൽ That is വരട്ടെ. enough. അത് മതി. So that no sorrow shall grieve me. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഇനി ഒരു സങ്കടവും Glory, എന്നെ കടന്നു glory, പിടിക്കത്തില്ല. glory, glory, Oh, glory. thank you, Hallelujah. Jesus. Thank you, Master. Now the hand of God is going to come upon you. ഇപ്പോൾ യഹോവയുടെ കരം നിങ്ങളുടെ മേൽ വരുവാൻ This പോകുകയാണ്. evening is going to be a very special evening. ഇന്ന് വൈകിട്ട് ഒരു പ്രത്യേകതയുള്ള ഒരു It's going to be a miraculous evening. അതൊരു അത്ഭുതകരമാണ് ഒരു കൂടിവരവായിരിക്കും. I will preach the word of God to you this evening. ഇന്ന് വൈകിട്ട് ഞാൻ ദൈവവചനം നിങ്ങൾക്ക് And പ്രസംഗിക്കും. tomorrow morning I am gone. ഞാൻ നാളെ രാവിലെ അങ്ങ് പോകും. But I am happy to be here this one full day. എന്നാൽ ഈ ഒരു ദിവസം മുഴുവൻ ഇവിടെ ആയിരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. Jabez said, യബ്ബേസ് പറഞ്ഞു, let your hand be upon me. അങ്ങയുടെ കരം എന്റെ മേൽ So that ഉണ്ടായിരിക്കട്ടെ. no, അവസാനമായി the climax, അതിന്റെ ഏറ്റവും അവസാനം വരുമ്പോൾ my Bible says, എന്റെ വേദപുസ്തകം the പറയുന്നു Lord granted what he asked. അവൻ ചോദിച്ചതൊക്കെയും യഹോവ അവന് നൽകിക്കൊടുത്തു In എന്ന്. these 21 days of prayer, ഈ 21 ദിവസം ഇതിന്റെ ആത്യന്തികമായ അവസാനം ഇതാണ്. the climax of these 21 days of prayer, ഈ പ്രാർത്ഥന 21 ദിവസത്തെ പ്രാർത്ഥനയുടെ ആത്യന്തികമായ അവസാനം ഇങ്ങനെയാ വരുന്നത്. the last line of 10th verse of 4th chapter of 1st Chronicles say, ഒന്ന് ദിനവൃത്താന്തം 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിന്റെ അവസാന വാക്കുകൾ പറയുന്നത് God granted what he prayed. നൽകിക്കൊടുത്തു എന്ന്. What ever he prayed, അവൻ എന്ത് അപേക്ഷിച്ചു അത് God gave. ദൈവം അവനത് കൊടുത്തു. 21 days of prayer. I put it in a nutshell. ഞാനത് ചുരുക്കമായി പറയട്ടെ. 21 ദിവസത്തെ പ്രാർത്ഥന God's going to answer. ദൈവം മറുപടി തരുവാൻ പോകുകയാണ്. Do you believe it? നിങ്ങളത് വിശ്വസിക്കുന്നുവോ? Do you believe it? നിങ്ങളത് വിശ്വസിക്കുന്നുവോ? Come on. ആമേൻ. കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്നെങ്കിൽ കരങ്ങളെ അടിച്ച് ദൈവത്തിന്റെ മഹത്വം കൊടുത്താട്ടെ. കരങ്ങളെ അടിച്ച്. യെസ്. Yes. ഹല്ലേലൂയ. Every point of your prayer. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഓരോ വശങ്ങളിലും Are you praying for Kerala revival? നിങ്ങൾ കേരളത്തിന്റെ ഉണർവിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? A revival is coming. ഉണർവ് വരും. Are you praying for your church? നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? Your church will be enlarged. നിങ്ങളുടെ സഭയുടെ അതൊരു Are വിസ്താരമാകും. you praying for your pastors? നിങ്ങളുടെ പാസ്റ്റർമാർക്ക് വേണ്ടിയാണോ നിങ്ങൾ They will പ്രാർത്ഥിക്കുന്നത്? be blessed. അവർ അനുഗ്രഹിക്കപ്പെടും. Are you praying for your kith and kin, your family? നിങ്ങളുടെ ചാർച്ചക്കാർക്കും കുടുംബക്കാർക്കും
കുഞ്ഞുങ്ങൾക്കും വേണ്ടിയാണോ നിങ്ങൾ They പ്രാർത്ഥിക്കുന്നത്? shall be blessed. അവർ നിശ്ചയമായും Are you അനുഗ്രഹിക്കപ്പെടും. praying for your education? നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണോ You will be പ്രാർത്ഥിക്കുന്നത്? successful. നിങ്ങൾ തീർച്ചയായും Are you വിജയിക്കും. praying for your job? നിങ്ങളുടെ ജോലിക്ക് വേണ്ടിയാണോ നിങ്ങൾ You പ്രാർത്ഥിക്കുന്നത്? will be blessed in your job. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ Are അനുഗ്രഹിക്കപ്പെടും. you praying for your marriage? നിങ്ങളുടെ വിവാഹത്തിന് വേണ്ടിയാണോ You will be നിങ്ങൾ blessed in your പ്രാർത്ഥിക്കുന്നത്? marriage. നിങ്ങൾ നിങ്ങളുടെ വിവാഹത്തിൽ Are you അനുഗ്രഹിക്കപ്പെടും. praying for children? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണോ നിങ്ങൾ Your പ്രാർത്ഥിക്കുന്നത്? children will be blessed. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. Are you praying for your business? നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയാണോ Your business പ്രാർത്ഥിക്കുന്നത്? is going to flourish. നിങ്ങളുടെ ബിസിനസ് Are അഭിവൃദ്ധിപ്പെടുവാൻ you പോകുകയാണ്. praying for your ministry? നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണോ Your പ്രാർത്ഥിക്കുന്നത്? ministry is going to be blessed. നിങ്ങളുടെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടും. Something is going to happen. എന്തൊക്കെയോ ഇവിടെ സംഭവിക്കുവാൻ പോകും. God of Jabez is here. യബ്ബേസിന്റെ ദൈവം ഇവിടെയുണ്ട്. And God of Jacob is here. യാക്കോബിന്റെ ദൈവം ഇവിടെയുണ്ട്. Something is happening. എന്തൊക്കെയോ ഇവിടെ I സംഭവിക്കുന്നു. say, Appachan, Ammachi, brother and sister. സഹോദരി അപ്പച്ച അമ്മച്ചി ഞാൻ പറയട്ടെ, Something is going to happen to you now. എന്തൊക്കെയോ ഇപ്പോൾ സംഭവിക്കുവാൻ The പോകുകയാണ്. very hand of God that came upon Elijah is going to come upon you now. ഏലിയാവിന്റെ മേൽ വന്ന യഹോവയുടെ അതേ കരം നിങ്ങളുടെ മേൽ വരുവാൻ പോകുകയാണ്. Receive the touch of God. ദൈവത്തിന്റെ സ്പർശനം പ്രാപിക്കുക. Receive your miracle. നിങ്ങളുടെ അത്ഭുതം പ്രാപിക്കുക. In Jesus' name. യേശുവിന്റെ In നാമത്തിൽ. Jesus' name. യേശുവിന്റെ നാമത്തിൽ Receive. പ്രാപിക്കുക. Receive. പ്രാപിക്കുക. Receive. പ്രാപിക്കുക. The hand of God is coming upon you. യഹോവയുടെ കരം നിങ്ങളുടെ മേൽ വരുന്നു. The days of sorrow is gone. വ്യസനത്തിന്റെ നാളുകൾ പോകുന്നു. The days of pain is gone. വേദനയുടെ നാളുകൾ The മാറുന്നു. days of poverty is gone. ദാരിദ്ര്യത്തിന്റെ നാളുകൾ മാറുന്നു. The days of financial crisis is gone. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ നാളുകൾ The മാറുന്നു. days of failure is gone. പരാജയത്തിന്റെ നാളുകൾ മാറുന്നു. The days of sickness is gone. രോഗത്തിന്റെ നാളുകൾ പോകുന്നു. The days of court case is gone. Court case. കോർട്ടിലെ കേസുകളുടെ ദിവസങ്ങൾ മാറുന്നു. The days of shame is gone. നിന്ദയുടെ നാളുകൾ മാറുന്നു. Because the hand of God is coming upon you. കാരണം യഹോവയുടെ കൈ നിങ്ങളുടെ മേൽ വരുന്നു. Your prayer is being answered. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയാകുന്നു. You are going to be more honorable than anybody else in this place. ഇവിടെയുള്ള മറ്റാരെക്കാളും നിങ്ങൾ ഏറ്റവും മാന്യനായി You will be blessed in Kerala. നിങ്ങൾ കേരളത്തിൽ You will be അനുഗ്രഹിക്കപ്പെടും. blessed in South India. നിങ്ങൾ ദക്ഷിണ You will ഇന്ത്യയിൽ be blessed in അനുഗ്രഹിക്കപ്പെടും. India. നിങ്ങൾ ഇന്ത്യയിൽ അനുഗ്രഹിക്കപ്പെടും. You are not going to be one among thousands or millions of people here. ആയിരമോ കോടിക്കണക്കിനോ ഉള്ള ജനങ്ങളിൽ ഒരാളായി നിങ്ങൾ മാറുകയാണ്. Jabez was not one among many. യബ്ബേസ് ആയിരങ്ങളിൽ ഒരാളായിരുന്നില്ല. He was outstanding. അവൻ എടുത്തു കാണിക്കപ്പെട്ട ഒരു വ്യക്തി. God has a blessing for you. ദൈവത്തിന് നിങ്ങളുടെ മേൽ ഒരു You are going to അനുഗ്രഹം. become an outstanding personality. നിങ്ങൾ ഒരു അസാധാരണ വ്യക്തിയായി മാറുവാൻ Something is പോകുകയാണ്. happening. എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. Something is happening. ദൈവം എന്തൊക്കെയോ ഇവിടെ Every ചെയ്തുകൊണ്ടിരിക്കുകയാണ്. brother, എല്ലാ സഹോദരന്മാരും, every sister, എല്ലാ സഹോദരിമാരും, every father, every mother, എല്ലാ പിതാക്കളും മാതാക്കളും, young man, young woman, യൗവനക്കാരി, you are the Jabez. നിങ്ങളാണ് യബ്ബേസ്. You are the Jabez. നിങ്ങളാണ് ആ യബ്ബേസ്. If God could bless that Jabez, ദൈവത്തിന് ആ യബ്ബേസിനെ He അനുഗ്രഹിക്കുവാൻ can പറ്റുമെങ്കിൽ bless you, my dear sister. നിശ്ചയമായിട്ടും സഹോദരി He നിങ്ങളെ can bless you, അനുഗ്രഹിക്കും. my dear brother. നിശ്ചയമായും നിങ്ങളെ അനുഗ്രഹിക്കും You are സഹോദര. going to become more honorable. നിങ്ങൾ ഏറ്റവും മാന്യനായി തീരുവാൻ പോകുകയാണ്. God is going to bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. God is going to enlarge your territory. ദൈവം നിങ്ങളുടെ അതിരുകളെ വിസ്താരമാക്കുവാൻ God is പോകുകയാണ്. going to raise you to higher levels. ദൈവം നിങ്ങളെ ഉന്നതങ്ങളിലേക്ക് In the ഉയർത്തുവാൻ name of പോകുകയാണ്. God the Father, പിതാവായ ദൈവത്തിന്റെ നാമത്തിൽ Jesus, യേശുവേ, I pray that you will bless these people today. ഈ ജനത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ Bless them പ്രാർത്ഥിക്കുന്നു. indeed. അവരെ നിശ്ചയമായും Bless them അനുഗ്രഹിക്കണമേ. അവരെ indeed. നിശ്ചയമായും അനുഗ്രഹിക്കണമേ. Enlarge their territory. അവരുടെ അതിരുകൾ വിസ്താരമാകട്ടെ. Let the hand of God come upon them, യഹോവയുടെ കൈ അവരുടെ മേൽ വരട്ടെ. so that no sorrow shall grieve them. ഇനിയും അവരുടെ മേൽ ഒരു വ്യസനവും വേദനയും ഉണ്ടാകാതിരിക്കട്ടെ. Answer every point of their prayer. In Jesus' name. യേശുവിൻ In നാമത്തിൽ. Jesus' name. യേശുവിൻ നാമത്തിൽ. In Jesus' name. യേശുവിൻ നാമത്തിൽ. In Jesus' name. യേശുവിൻ നാമത്തിൽ. Praise God. ഇന്ന് രാത്രിയുടെ സെക്ഷൻ സ്പെഷ്യലായി താൻദാസൻ പ്രാർത്ഥിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വലിയ വിശ്വാസത്തോടെ നിങ്ങൾ കടന്നു വരിക. ഇത്രയും ദൈവം ഉയർത്തിയ ഒരു അഭിഷേകത്തിനെ ഈ പട്ടണത്തിലേക്ക് ദൈവം അയച്ചല്ലോ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. തൻ്റെ മേലുള്ള അഭിഷേകത്തെ രാജാക്കന്മാർ അംഗീകരിക്കുന്നെങ്കിൽ പത്തനംതിട്ടയിൽ നമ്മൾ എന്തുണ്ട്? രാജാക്കന്മാര് തൻ്റെ അകത്ത് കിടക്കുന്ന അഭിഷേകത്തെ അംഗീകരിക്കുന്നെങ്കിൽ രാജാതി രാജാതും കർത്താതി കർത്താവുമായവൻ തൻ്റെ അകത്തുള്ളത് കൊണ്ടാണ്. ഒരു രാജ്യത്തിന്റെ രാജാവിനേക്കാൾ വലുതാണ് രാജകീയ പുരോഹിത വർഗം. ആമേൻ.
ആമേൻ. ഇന്ന് രാത്രി കർത്താവിന്റെ ദാസന്റെ പ്രാർത്ഥന നമുക്ക് വലിയൊരു അനുഗ്രഹമായിരിക്കും. പ്രൈസ് ഗോഡ്. എന്തായാലും ഇന്ന് രാത്രിയിൽ പ്രൈസ് ഗോഡ് ഇത്രത്തോളം ദൈവം ഉയർത്തിയ ഒരു അഭിഷേകത്തിനെ കരം വെച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ്. മറ്റുള്ളവരെ കൂടി ഇന്ന് രാത്രി കൊണ്ടുവരിക. വലിയ ദൈവത്തിന്റെ വിടുതലുകൾ കർത്താവിന്റെ ദാസൻ പറയും. ഇന്ന് രാത്രി ചില അത്ഭുതങ്ങൾ ഇതിനകത്ത് നടക്കും. ആമേൻ. കരം തട്ടി നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോകും. ഒരു നിമിഷം ശക്തിയോടെ കേട്ട ദൂതുകൾ ഓർത്ത് കർത്താവിനെ കരമടിച്ച് ആരാധിക്കട്ടെ. താങ്ക് ഗോഡ് ജീസസ്. ശക്തിയോടെ. ആമേൻ. ഹല്ലേലൂയ. ജീസസ് ജീസസ്. എല്ലാ കരങ്ങളും തട്ടി സന്തോഷത്തോടെ യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായ് എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായ് എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. സർവ സൃഷ്ടികളും സൃഷ്ടാവിനെ സ്തുതിക്കുന്ന സർവ സൃഷ്ടികളും പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കുന്ന ഈശോയാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഈശോയാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായ് എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായ് എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. ആ ഹല്ലേലൂയ പാടിടുന്ന എന്റെ ജീവിതയാത്രയത് എന്റെ അല്ലലകിലവും നീക്കിടുന്ന നോക്കി പാത്തിടും ഞാനുലക്. ആ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയത് നീക്കിടുന്ന നോക്കി പാത്തിടും ഞാനുലക്. എന്റെ ഫലമായ കർപ്പന ശരണമതാകയ പാടിടും ഞാനുലക്. എന്റെ ഫലമായ കർപ്പന ശരണമതാകയ പാടിടും ഞാനുലകിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണ് എനിക്കൻ പ്രിയൻ ചാരിടും ഞാനവന്. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണ് എനിക്കൻ പ്രിയൻ ചാരിടും ഞാനവന്. ആ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയത് എന്റെ അല്ലലകിലകിൽ നീക്കിടുന്ന നോക്കി പാർത്തിടും വിശ്വാസത്തോടെ അകം ചലിപ്പിച്ച് ആ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയത് എന്റെ അല്ലലകിലവും നീക്കിടുന്ന നോക്കി പാർത്തിടും ഞാനുലകിൽ. ആമേൻ. ആ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയത് എന്റെ അല്ലലകിൽ നീക്കിടുന്ന നോക്കി പാർത്തിടും ഞാനുലക്. ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കുവാൻ ശക്തിയോടെ ദൈവാത്മാവേ. ഓ ദൈവാത്മാവേ ദൈവാത്മാവേ അങ്ങേ ആരാധിക്കും. പാടുമോ? നിൻ സ്നേഹം പാടുവാൻ, നിൻ സ്നേഹം പാടുവാൻ, നിൻ നാമം ഉയർത്തുവാൻ, നിൻ സേവ ചെയ്യുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ, നിൻ സ്നേഹം പാടുവാൻ, നിൻ നാമം ഉയർത്തുവാൻ, നിൻ സേവ ചെയ്യുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ. ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും. എല്ലാ ശബ്ദം ഉയർത്തി ഒരുമിച്ച് ദൈവാത്മാവേ ദൈവാത്മാവേ
വെളിച്ചമായി മുൻപിലാ ഇതുവരെ പൊന്നേശ്വരാജ് എന്നോടു കൂടെയാ ഇരുൾ മൂടിയ പാതയിൽ വെളിച്ചമായി മുൻപില്ല ദൈവാത്മാവേ 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 ആരാധിക്കും സ്നേഹത്തോടെ ആരാധി ദൈവാത്മാവേ ദൈവാത്മാവേ ഓ ദൈവാത്മാവേ അങ്ങേ ആരാധിക്കും ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും എന്നേശുവേ എന്നാദരേ എൻ ദൈവമേ അങ്ങേ ആരാധിക്കും എന്നേശുവേ എന്നാദരേ എൻ ദൈവമേ അങ്ങേ ആരാധിക്കും അതുങ്ങളെ തുറന്നാണ് ദൈവാത്മാവേ 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 ആരാധിക്കും അതിരങ്ങളെ തുറന്ന ശക്തിയോടെ ദൈവാത്മാവേ 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 ആരാധിക്കും ഒരിക്കൽ കൂടെ ശബ്ദമുയർ ദൈവാത്മാവേ ദൈവാത്മാവ് ശബ്ദമുയർത്തി പാടുമോ പരിശുദ്ധ ആത്മാവിനെ നോക്കിക്കൊണ്ട് പാടുമോ ഞങ്ങളെ ആരാധിക്കുന്നു ഞങ്ങളെ ആരാധിക്കുന്നു ഇതിനകത്തുള്ള ദൈവ സാന്നിധ്യത്താൽ വിശ്വാസത്തിന് ചുവടുകൾ വെക്കുവാൻ വിശ്വാസത്തിന് ചുവടുകൾ വെക്കുവാൻ ശക്തിയോടെ ശക്തിയോടെ അവനെ നോക്കിക്കൊണ്ട് പറ ഞങ്ങളെ ആരാധിക്കുന്നു ഞങ്ങളെ സ്തുതിക്കുന്നു എന്റെ ദൈവമേ ദൈവാത്മാവേ 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 ആരാധിക്കും എല്ലാ ശബ്ദവും ഉയർത്തി ദൈവാത്മാവേ 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 ശക്തിയോടെ അഭിഷേകത്തോടെ അന്യഭാഷകളിൽ ചില സമയം അതിനകത്തുള്ള ദൈവത്തെ സ്തുതിച്ചാണ് നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ നിന്നെ തോൽപ്പിക്കാൻ ഈ ലോകത്തിന്റെ ശക്തിക്ക് കഴിയില്ല നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ നിന്നെ തകർക്കുവാൻ ഈ ലോകത്തിന്റെ ശക്തികൾ കഴിയില്ല വിശ്വാസത്തോടെ ആദരവുകളെ തുറന്ന് വിശ്വാസത്തോടെ ആദരവുകളെ തുറന്ന് എന്നിലുള്ളവരാൽ എന്നിൽ ഉള്ളവരാൽ വിശ്വാസത്തിന്റെ ചലനം സംഭവിക്കട്ടെ വിശ്വാസത്തിന്റെ ചലനം സംഭവിക്കട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശക്തിയോടെ
ശക്തിയോടെ ശക്തിയോടെ ദൈവ സാന്നിധ്യം സ്വീകരിക്കുവാൻ, ദൈവ സാന്നിധ്യം സ്വീകരിക്കുവാൻ. ഓ റബശാത്തെ തുറന്ന ഹൃദയത്തോടെ, തുറന്ന ഹൃദയത്തോടെ ലറബശാത്തെ അവൻ നിന്നെ തൊടുകയാ, അവൻ നിന്നെ തൊടുകയാ, യേശുവിനെ തൊടുകയാ, യേശുവിനെ തൊടുകയാ. ഓ റബശാത്തെ തുറവളരാതെ കണ്ണുകളെ അടച്ച് ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പൂർണ്ണമായ ആ ദൈവ സാന്നിധ്യം ആഗ്രഹിക്കുന്നവർ, ആ ദൈവ സാന്നിധ്യം ആഗ്രഹിക്കുന്നവർ, ഓ അവൻ നിങ്ങളെ തൊടുകയാ, അവൻ നിങ്ങളെ തൊടുകയാ, അവൻ നിങ്ങളെ തൊടുകയാ, അവൻ നിങ്ങളെ തൊടുകയാ, പരിശുദ്ധ ആത്മാവ് നിങ്ങളെ തൊടുകയാ. ഒന്ന് കർത്താവിനെ നോക്കിക്കൊണ്ട് പറയാൻ കഴിയുമോ? ഇതുവരെ ബലേശ്വരാ എന്നോട് കൂടെയാ, ഇരുൾ മൂടിയ പാതയിൽ വെളിച്ചമായി മുൻപില. ഇതുവരെ ബലേശ്വരാ എന്നോട് കൂടെയാ, ഇരുൾ മൂടിയ പാതയിൽ വെളിച്ചമായി മുൻപില. ദൈവാത്മാവേ 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 ആരാധിക്കും. എല്ലാ ശബ്ദവും ഉയർത്തി ഒരുമിച്ച് ദൈവാത്മാവേ 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 ആരാധിക്കും. ചില നിമിഷങ്ങൾ ആ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ പൂർണ്ണമായി നിങ്ങൾ തന്നെ അവരുടെ കരങ്ങളിലേക്ക് കൊണ്ട് ഏൽപ്പിക്കുവാൻ, നിങ്ങളുടെ എല്ലാ ചിന്തകളെയും മാറ്റി പൂർണ്ണമായി ക്രിസ്തുവിൽ മാത്രം ദൃഷ്ടി വെച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയെ നിങ്ങൾ നോക്കണ്ട, അരികിലുള്ള ഒരു മനുഷ്യനെയും നോക്കണ്ട. നിങ്ങളുടെ ഉള്ളിലുള്ള ക്രിസ്തുവുമായി ഒരാഴമേറിയ ബന്ധം ആഗ്രഹിക്കുന്നവർ മാത്രം ചില നിമിഷങ്ങൾ ആ കണ്ണുകളെ അടച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ, കർത്താവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ആരും മൗനമായിരിക്കാതെ ആദരങ്ങളെ ചലിപ്പിച്ച് ഓ വലിയ ദൈവ സാന്നിധ്യം ചലിക്കുക, വലിയ ദൈവ സാന്നിധ്യം ചലിക്കുക. ദൈവാത്മാവേ 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 ആരാധിക്കും. പൂർണ്ണമായി അവനെ നോക്കിക്കൊണ്ട് പാടുന്നു.
ദൈവാത്മാവേ ദൈവാത്മാവേ ഓ ദൈവാത്മാവേ അങ്ങേ ആരാധിക്കും ആരാധന 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 ഒരുമിച്ച് പാടുന്നു ആരാധന 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 യേശുവിനെ ഉയർത്തിക്കൊണ്ട് ആരാധന 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 അതിനൊന്ന് തുറന്ന് ആരാധന 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 യേശുവേ യേശുവേ അങ്ങെപ്പോലെ മറ്റാരുമില്ല അയ്യോ കഴിയുമോ യേശുവേ യേശുവേ അവൻ അങ്ങെപ്പോലെ മറ്റാരുമില്ല യേശുവെ പോലെ മറ്റാരുമില്ല ഉറവാൻ യേശുവെ പോലെ മറ്റാരുമില്ല അങ്ങെപ്പോലെ മറ്റാരുമില്ല എന്നെ സ്നേഹിക്കുവാൻ അങ്ങെപ്പോലെ മറ്റാരുമില്ല എനിക്കായി കരുതുവാൻ അങ്ങെപ്പോലെ മറ്റാരുമില്ല ഓ ഹല്ലേലൂയ 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 ഒരിക്കൽ കൂടെ ഹല്ലേലൂയ 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 നിങ്ങളുടെ കരങ്ങൾ നിങ്ങളുടെ ശിരസിൽ മീതെ വെച്ചാലും പാസ്റ്റർ ജോൺ സോളമൻ പോയാലും നിന്നെ സൗഖ്യമാക്കുന്ന യേശു പോകത്തില്ല. പാസ്റ്റർ ജോൺ സോളമൻ നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ദീർഘായുസ് തരുന്ന, നിങ്ങൾക്ക് ആരോഗ്യം നൽകുന്ന, നിങ്ങൾക്ക് സൗഖ്യം തരുന്ന, നിങ്ങളെ അനുഗ്രഹിക്കുന്ന, നിങ്ങളെ ജയത്തോടെ നടത്തുന്ന കർത്താവ് ഇന്ന് പകരം ഇവിടെ ഉണ്ടെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഇന്ന് നിങ്ങൾ പ്രാപിച്ച തിരുവചനത്തിന്റെ ശക്തി നിങ്ങളുടെ അകത്തുനിന്ന് പകൽ അത്ഭുതം ചെയ്യുക. എബ്ബേസിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. എബ്രഹാമിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്.
ഇന്ന് പകലും വചനം കേട്ടവരുടെ മേൽ ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടുകയാണ്. ഇവിടെ നിൽക്കുന്ന ചില സഹോദരന്മാരുടെ മേൽ ദൈവത്തിന്റെ ചില അത്ഭുതങ്ങൾ വെളിപ്പെടുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നത് ശരീരത്ത് നീരനുഭവിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയെ, ശരീരത്ത് ജോയിൻസുകളിൽ അതിശക്തമായ വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ ദൈവാത്മാവിനെ കാണിക്കുന്നു. ഇന്ന് പകൽ നിന്റെ സൗഖ്യത്തിന് പകലാണ്. കർത്താവ് നിന്നെ തൊട്ടുകൊണ്ടിരിക്കുന്ന ആത്മാവിനോട് പറയുന്നു, ജീസസ് വിശ്വസിക്കാൻ ഇന്ന് പകൽ തയ്യാറായിക്കോ. തലമുറയോർത്ത് വ്യാകുലപ്പെട്ട് നിൽക്കുന്ന ഒരു മാതാവിനെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഇന്ന് പകൽ കർത്താവ്, നീ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എബേസിന്റെ ദൈവം നിന്റെ തലമുറയെ ഇന്ന് പകൽ തൊട്ടിരിക്കുക. വിശ്വസിക്കാൻ ഇന്ന് പകൽ തയ്യാറായിക്കോ. ഇവിടെ ഇറങ്ങിയ വചനം നിങ്ങൾ വിശ്വസിച്ചപ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബങ്ങളിൽ വിടുതൽ അയച്ച് കഴിഞ്ഞിരിക്കുന്നു. അത്രമാത്രം ആ വചനത്തിന് ശക്തിയുണ്ടെന്ന് തിരിച്ചറിയുന്നവർക്കായി ഇന്ന് പകൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. കുടുംബജീവിതത്തിന് സമാധാനം നഷ്ടപ്പെട്ട ചിലതിന്റെ നടുവിലുണ്ട്. യേശു ഇന്ന് പകൽ നിന്റെ ഭവനത്തിൽ വരികയാണ്. തലമുറയുടെ വിഷയത്തിൽ പഠന സംബന്ധമായി വ്യാകുലത അനുഭവിക്കുന്ന ചിലതിന്റെ നടുവിലുണ്ട്. കർത്താവിന്റെ കരം നിന്റെ തലമുറ എന്തിനായി പോകണം, എന്തിനായി തീരണമെന്ന് അറിയുന്ന ഒരു ദൈവം ഇന്ന് പകലിനകത്തുണ്ട്. തലമുറയുടെ വിഷയത്തിൽ ഭാരപ്പെട്ട് നിൽക്കുന്ന ചില മാതാപിതാക്കളിന്റെ നടുവിലുണ്ട്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽ അത്ഭുതങ്ങളെ ചെയ്യുന്നു. Praise the Lord. Praise the Lord. ആ കരം നിങ്ങളുടെ ശിരസിന്മേൽ വെച്ചാലും നിങ്ങൾ ഇവിടുന്ന് പോയാലും വിടുതലുകൾ നിങ്ങളുടെ ഭവനത്തിൽ നടന്നുകൊണ്ടിരിക്കും. നിങ്ങൾ നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ വിടുതലുകൾ അയക്കുവാൻ കഴിയുന്ന ദൈവം ഇന്ന് പകലിനകത്തുണ്ട്. ജീസസ്, തകർന്ന ചില കുടുംബങ്ങൾ ഇന്ന് പകൽ വചനത്താൽ വിടുവിക്കപ്പെട്ടിരിക്കുന്നു. ജീസസ്, ഇപ്പോഴോ ഞാൻ എൻ്റെ സ്വന്തം കണ്ണാൽ കാണുന്നു. ചില വിടുതലുകൾ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോകുക, ചില അനുഗ്രഹങ്ങൾ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോകുക, ചില അത്ഭുതങ്ങൾ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോകുക. ഞാൻ ഇന്ന് പകൽ വിശ്വസിക്കുന്നു, ഈ പട്ടണത്തിൽ ദൈവം എന്നോട് സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നോട് വാക്ക് പറഞ്ഞവൻ ലോകത്തിൽ ആരുമല്ല, ഇന്ന് പകൽ സർവശക്തനായ ദൈവമാകിയാൽ ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ ജീവിതത്തിൽ ഇന്ന് പകൽ വലിയ അനുഗ്രഹം ദൈവം പകർന്നിരിക്കുന്നു. ഹല്ലേലൂയ. Glory to Jesus. 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 Praise God. വിൽസമത മുന്നോട്ട് വന്നാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് ഗോഡ് ജീസസ്. കർത്താവിൻ്റെ സാന്നിധ്യം എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ശിരസിന്മേ കൈവച്ച് പ്രാർത്ഥി. കർത്താവേ, ഇതിനകത്ത് രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ, തകർന്നെങ്കിലെ കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ. ജീസസ്, ശരീരത്ത് നീര് അനുഭവിക്കുന്ന വ്യക്തിയെ, ജോയിൻസിന് വേദന അനുഭവിക്കുന്ന വ്യക്തികളെ ഇന്ന് പകൽ കർത്താവ് തൊടുന്നതിനായി സ്തോത്രം. തലമുറയുടെ ഹയർ സ്റ്റഡിയെ കുറിച്ച് വ്യാകുലപ്പെട്ട് ഇവിടെ നിൽക്കുന്ന ചിലതുണ്ട്. കർത്താവ് ചിലതിന് വഴി തുറക്കുന്നതിനായി സ്തോത്രം. ജീസസ്, കർത്താവിന്റെ കരം ഈ കുടുംബങ്ങളിൽ ചലിക്കട്ടെ. കർത്താവ്, ഇന്ന് രാത്രി വലിയവ ഞങ്ങൾ പ്രതീക്ഷിച്ച് അങ്ങയോട് അടുത്ത് വരികയാ. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, കർത്താവേ, ഇന്ന് പകൽ കേട്ട വചനത്തിനായ സ്തോത്രം. ദൈവദാസനായ സ്തോത്രം. കർത്താവേ, ഞങ്ങൾ കർത്താവേ ഇന്ന് പകൽ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. കേട്ട വചനത്തിൽ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു കർത്താവേ. ആഴമേറിയ വചനം ഞങ്ങൾ കേട്ടതിനായി സ്തോത്രം സ്തോത്രം. കർത്താവേ, കർത്താവേ, വന്നിരിക്കുന്ന എല്ലാ മക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഞങ്ങളെ മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരിലും ആഴമേറിയ വചനം കേട്ടതിനായി സ്തോത്രം ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അപ്പാ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എബേസിനെ അനുഗ്രഹിച്ച ദൈവം ഇന്ന് പകൽ നമ്മളെ അനുഗ്രഹിച്ചതിനായി കരമുയർത്തി മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. വൈകിട്ട് കൃത്യം 5:30 മണിക്ക് തന്നെ പ്രാർത്ഥിച്ച് ആരംഭിക്കും. വളരെ നേരത്തെ തന്നെ കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷിക്കാൻ അവസരം കൊടുക്കും. കാരണം ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വലിയ അത്ഭുതങ്ങൾ ഇന്ന് രാത്രി കർത്താവിൻ്റെ ദാസൻ പ്രതീക്ഷിക്കുന്നു. പ്രൈസ് ഗോഡ്. നമുക്ക് ഒരുമിച്ച് വിശ്വസിച്ച് കടന്നു വരാം. തിരിച്ചു പോകാൻ വാഹന സൗകര്യമില്ലാത്ത നിങ്ങൾ കടന്നു വരിക. നിങ്ങളെ ഞങ്ങൾ തിരിച്ച് ഭവനത്തിൽ എത്തിക്കുന്നതായിരിക്കും. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ.